കുവൈറ്റ് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ സുവിശേഷ മഹായോഗം IPC PCKയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 4, 5, 6 തീയതികളിൽ സമകാലിക ലോക വിഷയങ്ങളെ ആസ്പദമാക്കി അനുഗ്രഹീത പ്രഭാഷകനും വേദപണ്ഡിതനുമായ ഡോക്ടർ തോമസ് മാമൻ ബൈബിൾ അടിസ്ഥാനമാക്കി സംസാരിക്കുന്നു. ഏവർക്കും നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ചെറിയവനായി ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി പ്രാർത്ഥനയിൽ എന്നെയും വഹിക്കണമേ. ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് നോക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. വളരെ മനോഹരമായ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിന് 10,000-കണക്കിന് വർഷങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്രലോകം സങ്കല്പിക്കുമ്പോൾ മനുഷ്യന്റെ ആവിർഭാവത്തിന് ലഭ്യമായ തെളിവുകൾ വെറും 6,000 വർഷത്തേത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു സംസ്കാരത്തിന്റെ വിശ്വസനീയമായ തെളിവുകളും യാതൊന്നുമില്ല. 6,000 വർഷത്തെ സംസ്കാരത്തിന്റെ തെളിവുകളുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവനിശ്വസനീയമായ തിരുവചനം പഠിപ്പിക്കുന്നത്. ഇന്നേക്ക് 6,000 വർഷങ്ങൾക്ക് മുൻപേ ഇന്ന് രക്തം തെറിക്കുന്ന ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തെ യഹോവയായ ദൈവം വിശാലമായ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. ഏദൻ തോട്ടത്തിലല്ലല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏദൻ തോട്ടത്തിൽ താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. അതും കിഴക്ക് ഏദനിൽ, അതായത് ഏദന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എവിടെയോ വെച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ സയൻസും പറയുന്നു ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ മാതാവ് എത്യോപ്യക്കാരത്തി ആയിരുന്നു. എത്യോപ്യയിൽ നിന്ന് നേർരേഖ വരച്ചാൽ വന്നെത്തുന്നത് ഏദൻ തോട്ടത്തിലാണ്. അന്നു മുതൽ മനുഷ്യർ ദൈവത്തിന്റെ രൂപത്തിലും ശ്വാസത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ ഈ ലോകത്തിൽ 3 കിങ്ഡം ഉണ്ട്. ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. ഇതിലേറ്റവും ബുദ്ധിയുള്ളത് ഹ്യൂമൻ കിങ്ഡം മനുഷ്യർക്ക് മാത്രമാണ്. കാരണം മറ്റുള്ളതെല്ലാം സൃഷ്ടിച്ചപ്പോൾ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ശ്വാസത്തിലും സൃഷ്ടിച്ചതിനാൽ മനുഷ്യരുടെ ബുദ്ധി കൂടുതൽ പ്രവർത്തനക്ഷമമായി മാറുന്നു. അതിന്റെ തെളിവുകളാണ് 6,000 വർഷങ്ങൾക്ക് മുൻപും കാക്ക ചുള്ളിക്കമ്പ് വെച്ച് തലങ്ങും വിലങ്ങും വെച്ച് കൂടുവെക്കും. ഇന്നും അങ്ങനെ തന്നെ. എന്നാൽ മനുഷ്യന്റെ വീട് 50 വർഷം മുമ്പുള്ളതാണോ ഇന്ന്? 6,000 വർഷങ്ങൾക്ക് മുൻപും പശു പുല്ല് തിന്നും. ഇന്നും അത് തന്നെ. മനുഷ്യന്റെ ഭക്ഷണം ഓരോ 20 ഇയേഴ്സിലും മാറി വരുന്നത് അവന്റെ ബുദ്ധിയുടെ പ്രവർത്തനം. അങ്ങനെ മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ചത് തീയുടെ ഉപയോഗമാണ്. മരങ്ങൾ ഉരുമിയപ്പോൾ ഉണ്ടായ സ്പാർക്കിങ്ങിൽ നിന്നും തീയുടെ ടെക്നോളജി കണ്ടുപിടിച്ചു മനുഷ്യൻ. രണ്ടാമത് മനുഷ്യൻ കണ്ടുപിടിച്ചത് മൃഗങ്ങളിൽ വലിയ കുഴപ്പമില്ലാതിരുന്ന നായെ ഇണക്കി ചേർക്കുവാൻ. മൂന്നാമത് മനുഷ്യൻ കണ്ടുപിടിച്ചത് കൃഷിയുടെ ടെക്നോളജിയാണ്. ആദിമ മനുഷ്യൻ ഭക്ഷിച്ച് പുറത്തു കളഞ്ഞ പഴങ്ങളുടെ സീഡ്സ് കിളിർക്കുന്നത് കണ്ടപ്പോൾ അവന് ടെക്നോളജി മനസ്സിലായി. കുരുവിട്ടാൽ കിളുക്കും. അങ്ങനെ തുടങ്ങിയ ടെക്നോളജി ഒടുവിൽ കൃഷി വളരെയധികം വർദ്ധിച്ചപ്പോൾ തലയിൽ കൊണ്ടു നടക്കുവാൻ ബുദ്ധിമുട്ടായപ്പോൾ കമ്പിൽ കെട്ടിയവൻ വലിച്ചു. വീണ്ടും അതിന്റെ പുരോഗതി തുടങ്ങി. ഓരോ വിധത്തിൽ പുരോഗമിച്ച് ഇന്നേക്ക് ഏതാണ്ട് 190 വർഷങ്ങൾക്ക് മുൻപേ ബ്രിട്ടീഷുകാരനായ മൈക്കിൾ ഫാരഡേ എന്ന എഞ്ചിനീയർ ഈ വൈദ്യുതി കണ്ടുപിടിച്ചു. മാഗ്നറ്റിക്കൽ പവറിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ പവർ ആക്കാം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ ലോകമൊന്ന് കുതിച്ചു ചാടി. സമാനകാലമായി ഉണ്ടായ പുരോഗതികളാണ് ശാസ്ത്രഭാഷയിൽ വ്യവസായ വിപ്ലവം. എല്ലാവിധത്തിലുള്ള പുരോഗതി വന്ന് ഒടുവിൽ വന്ന് അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ ഇന്നത്തെ പ്ലെയിനിന്റെ ആദ്യത്തെ ഉപജ്ഞാതാക്കളായി മാറി. ഒടുവിൽ 1945 അമേരിക്കയിലെ ഫിലദൽഫിയ യൂണിവേഴ്സിറ്റി ഈ കമ്പ്യൂട്ടർ കമ്മീഷൻ ചെയ്തപ്പോൾ ലോകം ഹൈടെക് യുഗത്തിൽ കയറി. അതിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിന് ശാസ്ത്രലോകത്തോടും മനുഷ്യന്റെ ബുദ്ധിയോടും നമുക്ക് നന്ദിയുള്ളവരാണ്. പുതിയ പുതിയ വാഗ്ദാനങ്ങൾ സയൻസ് നൽകിക്കൊണ്ടിരിക്കുന്നു. 2010ലേക്കും 2011ലേക്കും 2009ലേക്കും പുതിയ പുതിയ കോംപ്ലിമെന്റുകൾ സയൻസ് നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം നല്ല കോംപ്ലിമെന്റുകൾ. ഇന്ന് ലോകത്തിൽ
മിക്കവാറും ആളുകൾക്ക് മരുന്ന് കഴിക്കണം, മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ടെന്ന് ഡോക്ടേഴ്സിനും അറിയാം, കഴിക്കുന്ന രോഗികൾക്കും അറിയാം. അതിന് പരിഹാരം അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. യാതൊരു വിധത്തിലും റിയാക്ഷൻ ഇല്ലാത്ത ആന്റിബയോട്ടിക് കഴിക്കണ്ട. അവർ പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്ന പ്രത്യേക പശു, ട്രാൻസ്ജനിക് കൗ, അതിന്റെ പാല് കുടിച്ചാൽ മതി, രോഗം മാറും, റിയാക്ഷൻ ഇല്ല. മനുഷ്യൻ ഭയപ്പെടുന്ന രോഗം ക്യാൻസർ, അതിനെതിരായിട്ടുള്ള പ്രതിവിധികൾ പലതുമുണ്ടല്ലോ. കീമോതെറാപ്പി, ഓപ്പറേഷൻ, റേഡിയേഷൻ, ഇതിനെല്ലാം റിയാക്ഷൻ ഉണ്ട്. അതിനും പരിഹാരം ഇതാ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അവർ നിർമ്മിക്കുന്ന കോഴി, ട്രാൻസ്ജനിക് ചിക്കൻ, അതിന്റെ മുട്ട കഴിച്ചാൽ ക്യാൻസർ വർദ്ധിപ്പിക്കുന്ന ഓങ്കോജിന്റെ ഘടനകളെ തെറിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നിരവധി കണ്ടുപിടുത്തങ്ങൾ കേരളത്തിലെ വീട്ടമ്മമാർക്കും സഹോദരന്മാർക്കും ലോകമെമ്പാടുള്ളൊരു തലവേദനയ്ക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ജപ്പാൻകാർ മതിയായ ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു. വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും, കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല, അഥവാ കിട്ടിയാലും പല കുഴപ്പങ്ങൾ. പ്രായമുള്ള അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ ആളില്ല, കിട്ടിയാൽ തന്നെ പല പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ഇതിന് പരിഹാരം ഒക്ടോബറിൽ ജപ്പാൻകാർ നിർമ്മിച്ചു കഴിഞ്ഞു. കറക്റ്റ് സമയത്ത് കുഞ്ഞിനെ കുളിപ്പിക്കും, കൃത്യസമയത്ത് ഫീഡ് ചെയ്യും, കറക്റ്റ് സമയത്ത് പാമ്പർ മാറ്റി കെട്ടും, നമ്മൾ പറയുന്ന പാട്ട് പാടി കുഞ്ഞിനെ ഉറക്കും. തീർന്നില്ല, അപ്പച്ചനെ കുളിപ്പിക്കും, അമ്മച്ചിയെ കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, ബെഡ് വിരിക്കും, കള്ളഫോൺ ചെയ്യത്തില്ല, ഒന്നും മോഷ്ടിച്ച് കഴിക്കത്തില്ല, വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യും. ജപ്പാൻകാർ കണ്ടുപിടിച്ചിരിക്കുന്ന ആളിന് അവരിട്ടിരിക്കുന്ന പേരാണ് മൈ സ്പൂൺ. ഒരിക്കൽ വിലക്ക് മേടിച്ചാൽ മതി, പിന്നെ ഒന്നും കൊടുക്കണ്ട. 5 ആഴ്ച കൂടുമ്പോൾ 4 ബാറ്ററി മാത്രം മാറ്റിയാൽ മതി, ശരിക്കു നോക്കും. അങ്ങനെ വരെ സംഭാവനകൾ ലോകത്തിന് നൽകിക്കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിനെ ജീവൻ കൊടുക്കാം എന്ന് സയൻസ് സങ്കല്പിച്ച് പ്രവർത്തിക്കുന്നു. അതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കമ്പ്യൂട്ടറിന് ജീവൻ കൊടുക്കുവാൻ സാധിക്കുമെന്ന് അവർ തിയറിയിൽ കൂടി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയും ഒട്ടും മോശമല്ല, നമ്മുടെ മാതൃരാജ്യം. നമ്മളുടെ ശാസ്ത്രജ്ഞന്മാർ അയച്ച ചന്ദ്രായൻ ചന്ദ്രനിൽ നിന്നും 100 കിലോമീറ്റർ അകലെ പോയി കണ്ടച്ചു വന്നിരിക്കുക, വെറുതെ അല്ല. ആ ദൗത്യം വിജയിച്ചാൽ ലോകത്തിലെ 1ാമത്തെ രാജ്യമായിരിക്കും ഇന്ത്യ. കാരണം സൂര്യനിൽ കത്തുന്ന ഹൈഡ്രജൻ വന്ന് അടിയുന്നത് ചന്ദ്രനില്ല. അത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. അവിടെ നിന്നും വല്ല വിധേനയും ഭൂമിയിൽ നിന്നും 3.25 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ വെറും 3 ടൺ 3000 കിലോ ഹീലിയം 3 ഇന്ത്യയിൽ എങ്ങനെയാലും കൊണ്ടുവന്നാൽ 100 വർഷം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 100 വർഷം ഫ്രീ കറണ്ട്. പാകിസ്ഥാന് വിൽക്കാം, ബാക്കി ഇടുക്കിയും മൂഴിയാറും ക്ലോസ് ഡൗൺ ചെയ്യാം. 2040 അത് നടത്താമെന്നവർ സങ്കല്പിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, അതേ ശാസ്ത്രജ്ഞന്മാരുടെ സഹപ്രവർത്തകർ ചോദിക്കുന്നു, 2040 ചന്ദ്രൻ ഉണ്ടായിട്ട് വേണ്ടേ കറണ്ട് കൊണ്ടുവരാൻ? ഇങ്ങനെ കണ്ടുപിടുത്തങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ലോകത്തിൽ നിന്നും പോകുവാൻ മനുഷ്യർക്ക് പോലും ബുദ്ധിമുട്ടാ. ഈ ലോകം അത്ര മനോഹരമായി മിന്നിത്തിളങ്ങുന്ന ലോകം. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞ് തെളിയിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകം 625 കോടി ജനങ്ങളുമായി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പല. ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ബുദ്ധിയുടെ പ്രമാണത്തിനോ സയൻസിനോ ശാസ്ത്രത്തിനോ ധനത്തിനോ ഒന്നും സാധിക്കത്തില്ല. ഈ കപ്പലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒറ്റ ബെൽറ്റേ ഉള്ളൂ. ആ ബെൽറ്റിന്റെ പേരാണ് രക്ഷയുടെ ബെൽറ്റ്. കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിക്കാം. എന്താണ് ഞാനിങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് നിരത്തട്ടെ. 2004 കിട്ടിയ കണക്കനുസരിച്ച് 9 രാജ്യങ്ങളിലായി 1,50,000 ആറ്റമായുധം ഇരിപ്പുണ്ട്. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ആറ്റമായുധം നിർമ്മിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ ആറ്റം നിർമ്മിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നു, ഈ ആറ്റം ഒന്നിച്ചു പൊട്ടിച്ചാൽ 1.5 ലക്ഷം ആറ്റം ഒന്നിച്ചു പൊട്ടിച്ചാൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും 2 മിനിറ്റിനകം 12 പ്രാവശ്യം കൊന്നൊടുക്കാം. ലോകത്തിൽ മിക്കവാറും ഭരണാധികാരികൾക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സേനാനായകന്മാർക്കും തലവേദനയുള്ള ഒരു വിഷയമുണ്ട്, പരിഹരിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവിധമായ സംവിധാനങ്ങളും കയ്യിലുണ്ടായിട്ടും, പവർ കയ്യിലുണ്ടായിട്ടും, ഹൈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടും
അവരാൽ ആരാലും നിയന്ത്രിക്കാൻ മേലാത്ത ഒരു ദുരന്തം ലോകരാഷ്ട്രങ്ങളെ, നേതാക്കന്മാരെ, ഭരണകൂടങ്ങളെ വേട്ടയാടുന്നു. മറ്റൊന്നുമല്ല, വർദ്ധിച്ചു വരുന്ന തീവ്രവാദം, ടെററിസം. മതമില്ല, ജാതിയില്ല, ഭാഷയില്ല, രാഷ്ട്രീയമില്ല, അടിച്ചു പൊളിക്കുവാൻ ഇന്നും നിങ്ങൾ പേപ്പറിൽ കണ്ടു കാണുമല്ലോ വർദ്ധിക്കുന്ന തീവ്രവാദം. എന്തുകൊണ്ട് തീവ്രവാദികൾ പെരുകുന്നു? ഏതെങ്കിലും ഒരു രാജ്യം പറയുന്നുണ്ടോ തീവ്രവാദത്തെ ഞങ്ങൾ തുടച്ചു മാറ്റാമെന്ന്? ശക്തന്മാരായ അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മാതൃരാജ്യം അതിൽ ഞെട്ടുകയല്ലേ? ഇന്ത്യ ഗവൺമെന്റിനെ ഒരാഴ്ച മുൾമുനയിൽ നിർത്തിയില്ലേ? തീവ്രവാദികൾ പെരുകുന്നില്ലേ? എന്തുകൊണ്ട് ഇവർ പെരുകുന്നു? അതേ, വചന നിവൃത്തിയ അവരുടെ നേതാവ് പുറകെ വരുന്നുണ്ട്. അവന്റെ പേരാണ് അന്തിക്രിസ്തു അഥവാ എതിർ ക്രിസ്തു. ദാനിയേൽ പ്രവചനം 9:27 പറയുന്നു, വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. പടയല്ല, ജനം പടയായത്. അവരുടെ നേതാവ് പുറകെ വരും. അതുകൊണ്ടാണല്ലോ മതമില്ല, രാഷ്ട്രീയമില്ല, അടിച്ചു പൊളിക്കുക, മറ്റൊരു സിസ്റ്റത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുവാൻ ഒരു രാജ്യത്തിന് നിയന്ത്രിക്കാൻ മേലാത്ത വിധത്തിൽ തീവ്രവാദം പെരുകില്ലേ? ഞാൻ പറയുന്ന 8-10 കാര്യങ്ങൾ ഒന്നിച്ച് ഈ ഭൂമിയിൽ സംഭവിക്കുന്നതാ. 1, ആറ്റം പെരുകി. 2, തീവ്രവാദം. 3, തകർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമി. ലോകത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലൊടിഞ്ഞു കഴിഞ്ഞു. നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കും. നിലനിൽപ്പില്ലാത്ത വിധത്തിൽ രാജ്യങ്ങൾ കുഴയുന്നു, ബാങ്കുകൾ കൂമ്പുകുത്തുന്നു, പ്രമുഖ കമ്പനികൾ അടച്ചുപൂട്ടുന്നു. 3 മാസം കൊണ്ട് ചൈനയിൽ 5 കോടി പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ഈ രാജ്യത്തെ ഇത് ബാധിച്ചിട്ടില്ലേ? നിങ്ങളെയും ബാധിച്ചിട്ടില്ലേ? ലോകത്തിന്റെ സമ്പദ്ഘടന എന്തുകൊണ്ട് ഇങ്ങനെ തകർന്നു? പുറകെ നമുക്ക് ചിന്തിക്കാം. 4, കലി തുള്ളുന്ന കാലാവസ്ഥ. ആർക്കും പ്രിഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കത്തില്ല. ശക്തമായ സാറ്റലൈറ്റ് ഉണ്ടായിട്ടും ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ 98.5 ഡിഗ്രി ചൂട് അഥവാ 36 ഡിഗ്രി ടെമ്പറേച്ചറുള്ള മനുഷ്യന് ജീവിക്കാൻ മേലാത്ത വിധത്തിൽ ഈ ഭൂമിയിലെ കാലാവസ്ഥ മാറി. 9 ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹത്തിന് പോലും ഇത്രയും വ്യത്യാസമില്ല കാലാവസ്ഥയിൽ. ഈ ഭൂമിക്ക് മാത്രം എന്തുകൊണ്ട് കാലാവസ്ഥ മാറി? കലി തുള്ളുന്ന കാലാവസ്ഥ. അപ്പുറത്ത് നോക്കിക്കേ, എരളി അലറുന്ന കടൽ, അലറി തളയ്ക്കുന്ന കടൽ. വേറൊരു ഭാഗത്തെ 7 കോണ്ടിനെന്റിലും 7 ഭൂഖണ്ഡങ്ങളിലും ഒരുപോലെ മുഴങ്ങുന്ന ഭൂകമ്പം. കേൾക്കാൻ മേലേ? മറുവശത്ത് നിങ്ങൾ നോക്കിക്കേ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഉലയുന്നില്ലേ? ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകരുന്നു. മാതാപിതാക്കളെ ബഹുമാനമില്ലാത്ത മക്കൾ പെരുകുന്നു. വേറെ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിക്കേ, ലോകത്തിൽ നിരാശർ വർദ്ധിക്കുന്നു. രാഷ്ട്രീയ അസ്വസ്ഥതകൾ, പൊളിറ്റിക്കൽ ഇറിറ്റേഷൻസ്. ഒരു രാജ്യത്തിലും സ്വസ്ഥതയില്ല. മയക്കുമരുന്നുകൾ പെരുകുന്നു. കുമ്പാരം. 25% യുവാക്കന്മാർ മയക്കുമരുന്നിന് അടിമകളായി മാറിക്കഴിഞ്ഞു. ഒരേ ലോകത്തിൽ സംഭവിക്കുന്നു. പരിഷ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന, സംസ്കാരമുണ്ടെന്ന് വീമ്പിളക്കുന്ന മനുഷ്യന്റെ കാര്യ, മറുവശത്തെ അധർമ്മം പെരുകുന്നു. ഇതുപോലെ 6000 വർഷത്തെ മനുഷ്യന്റെ ചരിത്രത്തിൽ അധർമ്മം പെരുകിയ നാളുകളില്ല. 70 വയസ്സുള്ള പിതാവെ 2 വയസ്സുള്ള കുഞ്ഞിനെ ലൈംഗികമായി ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഈ ലോകത്തിൽ അധർമ്മത്തെ പെരുകാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കുടുംബ ബന്ധങ്ങൾ തകരുന്നു. ഒടുവിൽ പറയട്ടെ, ക്രിസ്തുവിൽ നിന്നും വളരെ അകലെ പോയ ക്രൈസ്തവ സഭകൾ. എന്താണ് ഈ സംഭവങ്ങളുടെ കാരണം? ഞാൻ പറയട്ടെ, ഈ സിസ്റ്റം മാറാൻ പോകുക. നിങ്ങളുടെയും നിങ്ങളുടെ തലമുറയിൽ സിസ്റ്റം മാറാൻ പോകുക. ഈ തലമുറയിൽ ചില വലിയ സംഭവങ്ങളിൽ ലോകത്തിൽ നടക്കാൻ പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കാം. ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കാം, കരങ്ങളെ ഉയർത്താം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് 7 ഉദ്ദേശം പ്രധാനമായി. ഒന്നാമത്തെ ഉദ്ദേശം ഉൽപ്പത്തി 1:27, 1, 2 ഉദ്ദേശം ഉൽപ്പത്തി 1:27 പറയുന്നുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെറ്റു പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിൽ വാഴുവീൻ. ഇവിടെ ജീവിക്കാനല്ല പറഞ്ഞത്, വാഴുവീൻ. ദൈവത്തിന്റെ 7 ഉദ്ദേശം മനുഷ്യനെ സൃഷ്ടിച്ചത്. 1, പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉൾപ്പെട്ടു നിൽക്കുന്ന സിസ്റ്റത്തിന്റെ അനുവാദത്തോടെ വിവാഹിതരായി അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അതിന്റെ പേര് ഫാമിലി. ദൈവത്തിന്റെ ഉദ്ദേശം അതാ. വിവാഹം അതുകൊണ്ടാണ് എല്ലാവർക്കും മാന്യം,
എല്ലാ മതങ്ങൾക്കും മാന്യം, എല്ലാ സഭകൾക്കും വിശുദ്ധം. എന്തുകൊണ്ട്? ദൈവം വിവാഹം നിശ്ചയിച്ചു. മനുഷ്യരുടെ വർധനവ് കന്നുകാലികളുടെ കൂട്ടല്ല, വിവാഹത്താൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്തെ ഉദ്ദേശം. 2, ഭൂമിയിൽ ജീവിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, വാഴാനാ. കാരണം ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ശ്വാസത്തിലും സൃഷ്ടിച്ചതിനാൽ ഇവിടെ ജീവിക്കാനല്ല, വാഴാനാ. ആ വാഴ മനുഷ്യൻ പാപം ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് ഭൂമിയിൽ വാഴുന്നു? ദൈവത്തിന്റെ അനുഗ്രഹമാ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയത് അമേരിക്കയുടെ ടെക്നോളജി മാത്രമല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാ. ഷെർപ്പ ടെൻസിംഗ് എവറസ്റ്റിൽ കാലുകുത്തിയത് കാലിന്റെ മസിലല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാ. 210 ടൺ തൂക്കമുള്ള നീലത്തിമിംഗലത്തെ ഒരു സ്റ്റീൽ കമ്പിയിൽ പിടിച്ചു നിർത്തുവാൻ മനുഷ്യന് സാധിക്കുന്നത് അവന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ അനുഗ്രഹമാ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നില്ലേ? എല്ലാത്തിനെയും. നമ്മുടെ റോഡിൽ, കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, റോഡിൽ കൂടി പോകുന്ന കൊമ്പനാനയുടെ തൂക്കം 6000 കിലോയാ. കൊണ്ടു നടക്കുന്ന ആനക്കാരന്റെ തൂക്കം 40 കിലോയാ. അത് പകുതി ഡയബറ്റിക്കും പൈൽസുവാ. എന്നിട്ട് തിരിയടാന്ന് പറയുമ്പോ തിരിയുന്നത് എന്താ? ആനക്കാരന്റെ തടിമിടുക്കല്ല, ദൈവം പറഞ്ഞതാ. ദൈവത്തിന്റെ ദാനമാ ഭൂമിയിൽ വാഴുക. മൂന്നാമത്തെ ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന് ഡീല് ചെയ്യണം, ഇടപെടണം. ഇവിടുത്തെ മരങ്ങളോടും ഇവിടുത്തെ മൃഗങ്ങളോടും പക്ഷികളോടുമല്ല ദൈവം ഡീല് ചെയ്യുന്നത്, തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരോടാ. കൂവറ്റിലുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ് നാട്ടിലുണ്ടെങ്കിൽ കൂവറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഓർമ്മയിൽ വരുന്ന നിങ്ങളെയല്ലേ? കാരണം നിങ്ങളുമായിട്ട് അവർക്ക് ബന്ധം. ഇതുപോലെ ഭൂമി എന്ന് പറയുമ്പോൾ ദൈവത്തിന് ബന്ധം ഇവിടുത്തെ കൽപ്പക വൃക്ഷങ്ങളോടല്ല, മനോഹരമായ പൂന്തോട്ടങ്ങളോടല്ല, അതെല്ലാം സബ്സിഡറിയാ. ദൈവം ഇടപെടുന്നത് തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരോടാ. 4, ദൈവത്തിന്റെ ഉദ്ദേശം, മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യർ ദൈവത്തോട് സംസാരിക്കാനാ. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ കമന്ന് വീഴും, ഇഷ്ടമാ, നീന്തും, വളരെ ഇഷ്ടമാ, ഇല്ലേ? എന്നാൽ നമ്മൾ നോക്കുന്നത് ഇതെന്തെങ്കിലും പറയുന്നുണ്ടോന്നാ, ഇല്ലേ? അത് മമ്മി, അമ്മേ. ഏത് രാജ്യത്തും ഏത് കാലത്തും ഏത് കുഞ്ഞും ആദ്യം വിളിക്കുന്നത് മമ്മീന്നാ, പപ്പായ എന്നല്ല, മമ്മീന്നാ. അതിന് മറ്റൊരു കാര്യമാ. എങ്ങനെയും ആയിക്കോട്ടെ, കുഞ്ഞ് മമ്മി എന്ന് വിളിച്ചാൽ, പിന്നെ പപ്പ എന്ന് വിളിച്ചാൽ നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കത്തില്ല. ആ വിളി കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാ. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കണം. അതിനൊരു ഭാഷയുണ്ട്. മലയാളമല്ല, ഇംഗ്ലീഷ് അല്ല, ഹിന്ദി അല്ല, ജപ്പാൻ ഭാഷയല്ല. ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാൻ 2 ഭാഷയുണ്ട്. 1 പ്രാർത്ഥന, 2 ആരാധന. Praise the Lord. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കും, ആരാധിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കും. ദൈവത്തിന്റെ ഉദ്ദേശം അതാ. 1, കുടുംബമായി ജീവിക്കാൻ. 2, ഭൂമിയിൽ വാഴുവാൻ. 3, ദൈവത്തിന് ഇടപെടുവാൻ. 4, ദൈവത്തോട് സംസാരിക്കാൻ. 5ഉം 6ഉം ഉദ്ദേശം ദൈവത്തിൻ്റെത്, ദൈവത്തിന്റെ മഹത്വം പ്രസിദ്ധപ്പെടുത്തുവാൻ. നമ്മളെയൊക്കെ കണ്ടാൽ നമ്മുടെ പിതാവിന്റെ മാതാവിന്റെ കട്ടാന്ന് നമ്മൾ പറയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം പ്രസിദ്ധപ്പെടുത്തണം. ആകാശം പോലും ദൈവത്തിന്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ ദൈവത്തിന്റെ 2 പ്രത്യേക മഹത്വമുണ്ട്. ആ 2 പ്രത്യേക മഹത്വം മനുഷ്യൻ വേണം പ്രസിദ്ധമാക്കുവാൻ. ഒന്നാമത്തെ ദൈവത്തിന്റെ മഹത്വം, ദൈവം വിശുദ്ധനാ, തന്റെ സൃഷ്ടി വിശുദ്ധമായിരിക്കണം. 2, ദൈവത്തിന്റെ അടുത്ത മഹത്വം, ദൈവം സ്നേഹമാ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിപ്പാൻ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ജീവിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. 7ാമത്തെ ദൈവത്തിന്റെ ഉദ്ദേശം, ഇവിടെ 70 80 വർഷം ഈ കാലഘട്ടത്തിൽ, ആദ്യത്തെ കാലഘട്ടത്തിൽ 970 വർഷം, നോഹയുടെ കാലം വന്നപ്പോൾ 120 വർഷം, ന്യായപ്രമാണ കാലം വന്നപ്പോൾ 80 വർഷം. ഇന്ന് 80 വർഷമോ 85 വർഷമോ ആയുസ് കഴിയുമ്പോൾ ഇവിടെ തീരാനല്ല, തിരിച്ചങ്ങ് ചെല്ലാനാ. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. ആ വാക്ക് കണ്ടോ? 90ാം സങ്കീർത്തനം. കുവൈറ്റിൽ നിന്നും കൊച്ചിക്ക് വരുന്ന പ്ലെയിൻ തിരിച്ചു വരുമ്പോൾ അവരുടെ ഭാഷ റിട്ടേൺ എന്നാ, തിരിച്ചു വരിക. എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്നും കുവൈറ്റിൽ വന്നാൽ തിരിച്ചു പോകുമ്പോൾ അവരുടെ ലാംഗ്വേജ് റിട്ടേൺ. അതുപോലെയാ ഈ ശരീരമാകുന്ന കവർ ഇവിടെ ഇട്ടിട്ട് ഇതിനകത്തെ ചൈതന്യമാകുന്ന ആത്മാവെ ദൈവസന്നിധിയിൽ തിരികെ ചെല്ലുക, അവിടെ നിത്യമായി കഴിയുക. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. എന്നാൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും എല്ലാവരും ദൈവവിശ്വാസികളും ക്രൈസ്തവ സഭകളിലെ അംഗങ്ങളുമായതുകൊണ്ടും അത് പറഞ്ഞ് ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും പറയട്ടെ, മനുഷ്യനിൽ പാപം വന്നപ്പോൾ എല്ലാം തകർന്നു. ഇതെല്ലാം മാറിപ്പോയി. കുടുംബജീവിതത്തിന്റെ സന്തുലിത മാറി, ഭൂമിയിൽ പ്രശ്നങ്ങളായി,
ദൈവം അവനോട് ഇടപെടുന്നില്ല. യവന് ദൈവത്തോട് ഇടപെടാൻ സാധിക്കുന്നില്ല. ഇവന്റെ വിശുദ്ധി പോകുന്നു, സ്നേഹം പോകുന്നു, മരിച്ചാൽ എവിടെ പോകുന്നെന്ന് അറിയത്തില്ല. അങ്ങനെ മനുഷ്യൻ തകർന്നപ്പോൾ ഇന്ന് നാം പാഠത്തിൽ ഇവിടെ വായിച്ച പാഠം കേട്ടല്ലോ. എബ്രായ ലേഖനം 10 പറയുന്ന പോലെ മുൻ നിയമമെല്ലാം മാറ്റിക്കൊണ്ട് മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരകനായി കർത്താവായ യേശു വന്നു. ഈ ലോകത്തിൽ മനുഷ്യൻ ഒരു പ്രശ്നവും ഇന്നില്ല. ഒന്നേ ഉള്ളൂ, പാപം. ഇവിടെ ഇനി എത്ര കോടി ജനമുണ്ടെങ്കിലും ഇവിടെ എല്ലാം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. നോ ഷോർട്ടേജ്, ഓക്സിജൻ ഷോർട്ടേജ് ഇല്ല. ഇത്ര 625 കോടി ജനം ഇന്നീ ഭൂമിയിലുണ്ട്. നിങ്ങളും ഞാനും ഒരു വർഷം 12 മാസം കൊണ്ട് എന്തുമാത്രം ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഒരു വർഷം ഞാനും നിങ്ങളും 2.5 ലക്ഷം ടണ്ണാ വലിച്ചു കയറ്റുന്നത്. 2.5 ലക്ഷം ടണ്ണ് വലിച്ചു കയറ്റി. അപ്പം 70 വയസ്സുള്ള ഞാനിപ്പം ഏതാണ്ട് 1.5 കോടി വലിച്ചു കയറ്റിയിട്ടും വല്ലയിടത്തും ഷോർട്ടേജ് ഉണ്ടോ? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. തരംഗ നിയമം അറിയാമോ? തരംഗ നിയമം അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ശ്വസിച്ച വായു 7 ദിവസം മുമ്പ് ചൈനയിലോ ജപ്പാനിലോ ഉള്ള ഏതോ മാരക രോഗി ഉച്ഛസിച്ച് വിട്ടതാ. അത് നിങ്ങൾ 7-ാം പക്കം വലിച്ചിട്ടും നിങ്ങൾക്ക് ആ രോഗം വരാഞ്ഞത് എന്റെ ദൈവം അഡ്ജസ്റ്റ് ചെയ്തതാ. ഇപ്പോൾ തരംഗ നിയമം അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ശ്വസിച്ച വായു 5 ദിവസം മുമ്പ് ആഫ്രിക്കയിലെ വനത്തിലെ കരടിയോ പുലിയോ സിംഹമോ ശ്വസിച്ചു വിട്ടതാ. അതങ്ങോട്ട് കേറിയിട്ടും അവന്റെ സ്വഭാവം നമുക്ക് വരാഞ്ഞത് എന്റെ ദൈവം ക്ലീൻ ചെയ്ത് വിട്ടതാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നിനും കുറവില്ല. ഇവിടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. സമാധാനം കളയുന്ന, സന്തോഷം കളയുന്ന, കുടുംബജീവിതം തകർക്കുന്ന, ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന ആത്മീയ രോഗമാ പാപം. സ്പിരിച്വൽ സിക്നസ്. ശരീരത്തിന്റെ രോഗം പോലെ തന്നെ ആത്മാവിന്റെ രോഗമാ പാപം. അതിന് മതിയായ ലക്ഷണങ്ങളുണ്ട്, അറിയാമല്ലോ. സമാധാനമില്ല, വീട് നല്ലത്, ജോലി നല്ലത്, വാഹനം നല്ലത്, എല്ലാം ഗുഡ്. പക്ഷെ ഒരു സമാധാനമില്ല. കാര്യം എന്താ? കർത്താവ് കൂടെയില്ല. പാവിയുടെ കൂടെ കർത്താവ് നടക്കത്തില്ല. അതുകൊണ്ടാ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ആരോടെങ്കിലും ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം. അതുണ്ടെങ്കിൽ സംഗതി കുഴച്ചില്ല, സമാധാനമില്ല, സംഗതി പാപമാ. പ്രൈസ് ദി ലോർഡ്. ഒരു സമാധാനമില്ല, എന്തോ ഒരു വല്ലായ്മ. ഈ വൊമിറ്റ് ചെയ്യാൻ ശരീരത്തിന് ഒരു ഫീലിംഗ് വരികയില്ലേ, അതുപോലെ സമാധാനമില്ല. എന്തോ വരാൻ പോകുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയി. അതുകൊണ്ടാണ് സമാധാനമില്ലാത്തത്. എന്നാൽ ഒരാത്മീയം പറയും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. 2, ഉറക്കം കുറയുന്നു. പാപമാ. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഉറങ്ങത്തില്ല. നാളെ നാട്ടിലേക്ക് വരുന്നൊരു ഇത് കൂറാൻ വലിച്ചുറങ്ങുകയില്ല. അത് സത്യമാ. നാളെ ഒരു ഇന്റർവ്യൂവിന് പോകണം, ഉറങ്ങത്തില്ല. നാളെ ഒരു $10 ലക്ഷം അല്ലെ കേടിയുടെ ഡീലുണ്ട്, ഉറക്കം വരത്തില്ല. അതൊക്കെ നോർമലാ. ശരീരത്തിന് സുഖമില്ല, ഉറക്കം വരത്തില്ല. എന്നാൽ നമ്മുടെ സിസ്റ്റം ദൈവം വെച്ചിരിക്കുന്നത് നമ്മൾ ഉറങ്ങാനാ. നമ്മുടെ സിസ്റ്റം എപ്പോഴും വർക്ക് ചെയ്യുന്നത് 2 സിസ്റ്റമാ. ഒന്ന് ഹാർട്ടും ഒന്ന് തലച്ചോറും. അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ മെഡിക്കൽ സ്റ്റാഫാ. ഹാർട്ട് തന്നെ എൻ്റെ തമ്പുരാൻ എത്ര ഭയങ്കരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 അറ. അടിയിലത്തെ അറയുടെ പേര് നിങ്ങൾക്കറിയാം. വെൻട്രിക്കിൾ മേളിൽ ആർട്ടിയ, മേളിലത്തെ ആർട്ടിയായി വലത്തെ ആർട്ടിയായിലെ ഒരു ചെറിയ അവയവമുണ്ട്, സൈനസ് നോയിഡ്. അവിടെ വൈദ്യുതി ആന്തോലനം ഉണ്ടാകുന്നു, ഇവിടെ കറണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ടായി നാടി അടിക്കുന്നത്. എപ്പോഴുണ്ടായതാ? എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവായി 4ാമത്തെ ആഴ്ചയിൽ ഇവിടെ വൈദ്യുതി ഉണ്ടായിട്ട് 70 വർഷമായിട്ടും ഇതുവരെ നിന്നില്ല. പവർ കട്ടില്ല, ഷോർട്ടേജ് ഇല്ല. കാരണം ഒന്നാം മനുഷ്യന്റെ മൂക്കിൽ ദൈവം ഊതിയപ്പോൾ വൈദ്യുതി ഓസിലേഷൻ വന്നെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ സൃഷ്ടിച്ചു. 2 സിസ്റ്റം, ന്യൂറോളജിക്കൽ സിസ്റ്റം. 1/2 കിലോ തൂക്കമുള്ളത്, 3 കോടി ന്യൂറോൺ, 30 കോടി സ്നാപ്സ്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാക്ടറി അല്ലേ? ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുകയല്ലേ? ഉറങ്ങുമ്പോഴും പുറകുവശത്തെ ഹിപ്പോകാമ്പസ് ഒരു 24 മണിക്കൂറിനകം 10,000 കോടി വിവരം അവിടെ ചെല്ലുന്നത്. 10,000 അല്ല, 10,000 കോഴ്സ് ഓഫ് ഇൻഫർമേഷൻ റീച്ചിങ് ദ. ഞാനും നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇവിടെ വർക്കാ. നമ്മൾ ഉറങ്ങാൻ നേരെ കിടക്കും, ഉണരുമ്പോഴും ആ കിടപ്പാണ് പറയുന്ന ഡെഡ് ബോഡി എന്നാ. അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും. എന്താ? ഇൻഫർമേഷൻ കിട്ടിയതാ, അങ്ങനെ പ്രവർത്തിക്കുന്നതാ. എത്ര അതിശയമല്ലേ? നാക്കിനകത്ത് ജന്മം കിട്ടുന്ന അന്ന് മുതൽ മരിക്കുന്നവരെ നാക്ക് ഉണങ്ങാൻ പാടില്ല, ഉണങ്ങിയാൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഉമിനീര് ഉറക്കപ്പോഴും വന്നുകൊണ്ടിരിക്കുക. പ്രൊഡക്ഷൻ അല്ല, നേരം നമ്മൾ തോന്നുന്ന അരമണിക്കൂർ കഴിഞ്ഞല്ല ഉമിനീര് വരുന്നത്, വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഉറങ്ങുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തെങ്ങാനും തൊണ്ടേ വന്ന് താഴോട്ടെങ്ങാനും പോയി ലങ്സേ കുരുങ്ങിയ ആള് പോക്കാ. അതിനാ ഇവിടെ കുരുങ്ങുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കും, നിറഞ്ഞു. ഉടനെ അവിടുന്ന് ഇങ്ങോട്ട് ഇൻഫർമേഷൻ, 2 കാന വെട്ടാൻ. പ്രൈസ് ദി ലോർഡ്. എത്ര ഭയങ്കരമാ! ദൈവത്തെ സ്തുതിച്ചാട്ടെ.
അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റം അപ്പോഴും പ്രവർത്തിക്കാതെ ഒരല്പം ലോഡ് കുറയ്ക്കാൻ തമ്പുരാൻ വെച്ച പരിപാടിയാ. ഇരുട്ട് വന്നാൽ കണ്ണിന്റെ മേളിലത്തെ പോള താഴോട്ട് വരും. അങ്ങനെയാകുമ്പോൾ ഉറങ്ങി എഴുന്നേക്കോ ഫ്രഷ്. പ്രായപൂർത്തിയായി ഞങ്ങളെപ്പോലുള്ള ഒരു 5 മണിക്കൂർ, ചെറുപ്പക്കാരായ നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങണം. അതിനാ 12 മണിക്കൂർ രാത്രി പ്രപഞ്ചത്തിൽ ഭൂമിയിലേ ഉള്ളൂ. നോവേർ, അന്റാർട്ടിക്കായ മനുഷ്യവാസമില്ല. അതൊഴിച്ച് ഭൂമിയിൽ സകല സ്ഥലങ്ങളിലും 12 മണിക്കൂർ രാത്രിയാ. നമ്മുടെ അയൽവക്കക്കാരൻ ആരാന്നറിയാമോ? വീനസ്. മലയാളത്തിൽ ശുക്രൻ. അവന്റെ രാത്രി അറിയാമോ? ഒന്ന് ഇരുട്ടിയാ നേരം വെളുക്കണേ 121 ദിവസം, 4 മാസമാ. ഉറങ്ങാൻ കൊതിയുള്ളവരോടെ പോയാ മതി. 3 ഉറക്കം ഒരു ബർത്ത്ഡേ. എന്നാൽ ഇത്ര കൃത്യമായി 12 മണിക്കൂർ ഉറക്കം രാത്രി വെച്ചിരിക്കുന്നത് നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യാനാ. 2 മണിക്കൂർ ടു പ്രിപ്പയർ ഫോർ സ്ലീപ്പ്, 2 മണിക്കൂർ ഉണരാൻ. ഹല്ലേലൂയ. എന്നാൽ പാപം ചെയ്താൽ, അധർമ്മം ചെയ്താൽ, ദൈവവുമായി ബന്ധം വിട്ടാൽ ഈ സിസ്റ്റം ലെവലാകത്തില്ല. ഇൻഫർമേഷൻ തെറ്റും, അവൻ ഉറക്കം കുറയും. ഹല്ലേലൂയ. മരുന്ന് കഴിച്ചു നോക്കും, എഴുന്നേറ്റിരിക്കും, തണുത്ത വെള്ളം കുടിക്കും, ടോയ്ലറ്റിൽ പോകും, ഉറക്കത്തില്ല. കാരണം പാപം അവനിൽ നടക്കുന്നു, അവൻ ഉറങ്ങത്തില്ല. എന്നാൽ ആത്മീയൻ പറയും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, ഒരുപാട് ലക്ഷണം. സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഭക്ഷണത്തിന് രുചിയില്ല. ഇതെല്ലാം പാപത്തിന്റെ കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണത്തിന് രുചിയില്ല, പാപമാണ്. ഭാര്യ വഴക്ക്, എന്തെല്ലാം, എത്ര വീട്ടിലാ വഴക്കെന്നറിയാമോ? ഇവിടെയല്ല, കോട്ടയത്തൊക്കെ എന്നും വഴക്ക. ചോദിച്ചാ പറയും, എവിടെ കല്യാണം കഴിച്ചതിന് പകരം മൂവാറ്റുപുഴക്കാരത്തി സാറാമ്മയായിരുന്നു, ചൊവ്വ കഴിക്കായിരുന്നു. നോ, സാറാമ്മ വരാഞ്ഞിട്ടില്ല, ഹോട്ടൽ മോശമായിട്ടല്ല. ഭക്ഷണത്തിന് രുചിയില്ലാത്തത് പാപമാ. ഭക്ഷണത്തിന് രുചി വരുത്തുന്നത് ഉമിനീരിനകത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കാണുമ്പോൾ, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, അതിന്റെ സ്മെല്ല് വരുമ്പോൾ, തലച്ചോറിന് സിഗ്നൽ കൊടുക്കുമ്പോൾ 2 എൻസൈം ഇറക്കി വിടും, അമനൈസ്, മാൾട്ടൈസ്. അതാ രുചി വരുത്തുന്നത്. 101 ഡിഗ്രി ടെമ്പറേച്ചർ വന്നാൽ നമ്മൾ പറയാം വായിക്ക് രുചിയില്ല. ആരാ കൊണ്ട് കയ്പ് തേച്ചത്? ദൈവം തമ്പുരാൻ അഡ്ജസ്റ്റ്മെന്റാ. 101 ഡിഗ്രി പനി വന്നാൽ അത് മാറാൻ ഒന്നും കഴിക്കണ്ട, ഈ മില്ല് കാലിയാക്കിയാൽ മതി, ഇവിടെ ഫ്രീ ആക്കിയാൽ മതി. അതിനാ ഡോക്ടേഴ്സ് പറയുന്നത് ശകലം ഭക്ഷണം കുറയ്ക്കാൻ, പൊടിയരിക്കഞ്ഞ് കഴിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാലിയാക്കിയാൽ എനർജി അങ്ങോട്ട് ചെല്ലും, ലെവലാക്കും. മനുഷ്യൻ വിടുവോ? ഏതായാലും പനിയാ, ഔദിയാ, പോകുന്നില്ല, അതാ കഴിച്ചേക്കാൻ 4 കുപ്പൂസ് എന്ന് പറയത്തില്ലേ? അതിന് തമ്പുരാൻ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. 101 ഡിഗ്രി പനി വന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സിഗ്നൽ വരത്തില്ല, അമനൈസും മാൾട്ടൈസും റിലീസ് ആകത്തില്ല. അപ്പോൾ ഭക്ഷണത്തിന് രുചിയില്ല. പാപം ചെയ്യുമ്പോൾ തലച്ചോറുള്ള സിസ്റ്റത്തിൽ നിന്നും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോടുള്ള കണക്ഷൻ ശരിക്കും ഓടത്തില്ല. അന്നേരം ഭക്ഷണത്തിന് രുചിയില്ല, ഉറക്കമില്ല, സമാധാനമില്ല, ആരെയും വിശ്വാസമില്ല, എല്ലാം പക, എല്ലാം പിണക്കം, പ്രതികാര ചിന്ത തീർന്നിട്ടില്ല. ഹല്ലേലൂയ. ഒടുവിൽ ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു? സൂയിസൈഡ് ടെൻഡൻസി. ഒറ്റ കാരണം പാപം. പാപം. ആർക്കെങ്കിലും സമാധാനം ഇല്ലാത്തവരെന്നെ കേൾക്കുന്നെങ്കിൽ, വ്യഭിചാരവും മോഷണവും തന്നെയൊന്നുമില്ല പാപം. ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടാൽ പാപം. ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടാൽ പാപം. എൻ്റെ മകനെ എന്നുമായിട്ടുള്ള ബന്ധം വിട്ടു കഴിഞ്ഞാൽ അവൻ മകനല്ല, പേരേ ഉള്ളൂ. ദൈവമായിട്ടുള്ള ബന്ധം വിട്ട് കഴിയുമ്പോൾ മനുഷ്യൻ പാപത്തിലേക്ക് വീഴുക. ആ പാപത്തിന് എന്താ പരിഹാരം? ഞാൻ പലപ്പോഴും ചിന്തിച്ചു, പല കാര്യങ്ങളും ചിന്തിച്ചു. എന്തിനെല്ലാം മരുന്ന് കണ്ടുപിടിച്ച് ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ഈ പാപത്തിനൊരു മരുന്ന് കണ്ടുപിടിച്ചിരുന്നേ, എന്ത് ചെലവാ അല്ലേ? ഒരു ഗുളിക ചീത്ത വിളിക്കുക, ഒരു ഗുളിക തിന്നുക. പാപം ഭൂമിക്ക് പുറത്തു നിന്ന് വന്നതാ, ഒരു ഫോറിൻ സാധനമാ പാപം. മനുഷ്യനിൽ പാപം കടന്നുകൂടിയതാ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതെന്ന് കണ്ടു. ആ സാത്താന്റെ പ്രലോഭനത്താൽ ആദ്യത്തെ മനുഷ്യരിൽ പാപം കടന്നുകൂടിയതാ. തന്റെ സൃഷ്ടി പാപത്തിൽ വീണത് കണ്ടപ്പോൾ സൃഷ്ടിതാവായ ദൈവത്തിന് മനസ്സിലായി, ഇവനെ രക്ഷിക്കുവാൻ വേറെ ഒരു മധ്യമത്തിന് സാധിക്കത്തില്ല. അതിനാ താൻ തന്നെ ഇറങ്ങി വന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുവാൻ അവനെ പോലായതേ. ദൈവമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞ് മുറ്റത്ത് കളിച്ചൊന്ന് വീണു, ചാറ്റൽ മഴയുണ്ട്, നിങ്ങൾ ആരേലും പറയുമോ എൻ്റെ കുഞ്ഞ് വെളിയിൽ മഴ നനഞ്ഞ് വീണ് കിടക്കുക, അയൽവക്കത്തെ കുഞ്ഞൊന്ന് എടുത്തു തരാമോ, 10 രൂപ തരാമെന്ന് പറയുമോ, 10 കേട് തരാം, എൻ്റെ ഉടുപ്പഴുക്കാവോ എന്ന് ആരേലും പറയുമോ? ചാടി എടുക്കത്തില്ലേ? നമ്മളെങ്ങനെ ചെയ്യുന്നെങ്കിൽ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ച ദൈവം തന്റെ സൃഷ്ടിയുടെ മകിടമായ മനുഷ്യൻ, തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ താൻ തന്നെ ഇറങ്ങി വന്നു. യഹോവയായ ദൈവം മനുഷ്യനെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നതായ യേശു ഇത് 2ാം ദൈവമല്ല. അവന്റെ തത്വത്തിന്റെ പ്രഭയും തേജസ്സിന്റെ മുദ്രയും സകലതും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി യേശു ദൈവം തന്നെയാ. എന്തുകൊണ്ട് ദൈവമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയില്ല? ദൈവമായിട്ട് ഇറങ്ങിയാൽ
ഈ ഭൂമി ഇല്ല. ദൈവത്തിന് അങ്ങനെ വരാനൊക്കത്തില്ല. ഇത് നല്ല ചർച്ചല്ലേ ഇത്? ഈ ചർച്ച നല്ലതാ, പക്ഷെ ഒരു ബുൾഡോസർ ഇങ്ങോട്ട് കയറിയ കഥ കാണുകയില്ല. എങ്കിൽ ദൈവത്തിനോ ഒറ്റ വാക്കിൽ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചു? ഇതുവരെ 27 ഗാലക്സി കണ്ടുപിടിച്ചു, ഇനിയും കിടപ്പുണ്ട്. നമ്മുടെ ഭൂമി ഉള്ള ഗാലക്സിയുടെ പേര് നിങ്ങൾക്കറിയാം, മിൽക്കി വേ. 10,000 കോടി നക്ഷത്രം. 10,000 അല്ല, 10,000 കോടി നക്ഷത്രം. നമ്മുടെ അയൽവക്കത്തെ ഗാലക്സിയുടെ പേരാ അൽഫ സെഞ്ചുറി, 20,000 കോടി നക്ഷത്രം. അതിൻ്റെ അപ്പുറത്തതിൻ്റെ പേരാണ് ആൻഡ്രോഡ്രീമ, 40,000 കോടി നക്ഷത്രം. അതിൻ്റെ അപ്പുറത്തെ ഗാലക്സിയാണ് വിൽപൂൾ, ഫ്രിഡ്ജല്ല, 50,000 കോടി നക്ഷത്രം. അതിൻ്റെ അപ്പുറത്ത് സീഗാർ, 60,000 കോടി നക്ഷത്രം. അതിൻ്റെ അപ്പുറത്ത് സദേൺ പിൻവീൽ, 70,000 കോടി നക്ഷത്രം. അതിൻ്റെ അപ്പുറത്ത് ബോട്ട്സ്, 80,000 കോടി നക്ഷത്രം. അതിൻ്റെ അപ്പുറത്ത് ഓറഞ്ച്, 90,000 കോടി നക്ഷത്രം. ഇങ്ങനെ 27 ഗാലക്സി ഒറ്റ വാക്കിൽ നിരത്തി സൃഷ്ടിച്ച ദൈവം ഈ ചെറിയ ഭൂമി വന്ന ഭൂമി ഇല്ല. എന്നാ തന്റെ സൃഷ്ടിയെ രക്ഷിക്കാൻ മരണം. അതിനാ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലായി. ലോകത്തിലെ പാപങ്ങൾക്ക് 2 പരിഹാരമില്ല, ഏക പരിഹാരം അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പാപം പരിഹരിക്കാൻ രണ്ടാമതൊരു മാർഗമില്ല. തൽക്കാലത്തേക്കൊക്കെ ഒത്തിരി പറയാം, എന്നാൽ പാപപരിഹാരം യേശുവിന്റെ രക്തത്തിൽ കൂടി മാത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ അനുഭവമുള്ളവരെല്ലാം കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതി ചെയ്യും. അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നു. എനിക്ക് പറയുവാനുള്ളത്, ഈ സിസ്റ്റം ഇങ്ങനെ പോകത്തില്ല. ദൈവത്തിനൊരു ടൈമിംഗ് ഉണ്ട്. ഏത് കാര്യത്തിനൊരു ടൈമിംഗ്. ഈ കൺവെൻഷന്റെ ടൈമിംഗ് ഭാരവാഹികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൃത്യം ആ ടൈമിങ്ങിൽ തീർത്തിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതുപോലെ മാനവജാതിയുടെ രക്ഷയ്ക്ക് സൗജന്യമായി ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പാപങ്ങളുടെ പരിഹാരവും മനുഷ്യവർഗത്തിന് സ്വർഗത്തിലേക്കുള്ള സൗജന്യ എൻട്രൻസും നൽകിയിരിക്കുന്ന കാലഘട്ടത്തിന്റെ പേരാ കൃപായുഗം. ദൈവദാസന്മാരോട് ചോദിച്ചാൽ അവർ 7 യുഗങ്ങളെ കുറിച്ച് പറയും. ശാസ്ത്രം പറയുന്നത് 5 യുഗമാണ്. ഡിസ്പെൻസേഷൻ ഓഫ് വാണ്ടറിങ്, അലഞ്ഞു നടന്ന കാലം. 2, മൃഗങ്ങളെ മെരുക്കാൻ പഠിച്ചപ്പോൾ സയൻസ് പറയുന്നതാ ഡിസ്പെൻസേഷൻ ഓഫ് പ്ലാന്റേഷൻ, കൃഷി തുടങ്ങിയത്. 3, ഡിസ്പെൻസേഷൻ ഓഫ് മെക്കാനിസം. കേൾക്കണമോ? ഇന്നത്തെ അവർ പറയുന്നത് ഡിസ്പെൻസേഷൻ ഓഫ് ഹൈടെക്. അടുത്തത് അവർ പറയുന്നത് കേൾക്കണോ? ഡിസ്പെൻസേഷൻ എന്നാ അറിയാവോ? ഹിമയുഗം. ഭൂമി സൂര്യൻ തീരുവന്നേ. എങ്കിൽ ധൈര്യത്തോടെ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. യേശുവിന്റെ രക്തത്തിൽ കൂടി സൗജന്യമായി പാപങ്ങൾ പരിഹരിക്കാൻ ഉള്ള സമയം തീരാൻ പോകുന്നതല്ല, തീർന്നു കഴിഞ്ഞിരിക്കുക. കൃപായുഗം ഇവിടെ തീരാൻ പോകുക. ഈ തലമുറയിൽ 3 കാര്യങ്ങൾ നടക്കും. 3 സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു ലോകം. 194 രാജ്യങ്ങളുള്ള ഈ ഭൂമി. 1, ഞാൻ വീണ്ടും വരാമെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു നേതാവിനും പറയാനൊക്കത്തില്ല. ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു മാത്രമാ. കാരണം അവൻ മരണത്തെ അതിജീവിച്ചവനാ. അവൻ മരണത്തെ അതിജീവിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. അവൻ വീണ്ടും വരും. വേറൊരു ഭാഷ പറയട്ടെ, ഇതിനോടകം ലോകത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ. 2 വേൾഡ് വാർ, ലോകത്തിലെ വലിയ സംഭവങ്ങൾ നമുക്ക് പലതും അറിയാം. ടൈറ്റാനിക് തകർന്നത്, ബാബിലോണിന്റെ പതനം, റോമൻ സാമ്രാജ്യത്തിന്റെ പതനം, ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. ട്രേഡ് സെന്റർ കത്തിപ്പോയത്, ഇതൊക്കെ ചരിത്ര സംഭവമാണ്. എന്നാൽ ദൈവവും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ 6 കാര്യങ്ങൾ നടന്നു. ശാസ്ത്രവും സയൻസും സമ്മതിച്ചേ തീരൂ. ദൈവവും മനുഷ്യനും അഥവാ ഭൂമിയുമായുള്ള ബന്ധത്തിൽ 6 സംഭവങ്ങൾ നടന്നു. 7ാമത്തത് നടക്കാൻ പോകുന്നു. ദൈവവും ഭൂമിയും അഥവാ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ 1ാമത് നടന്ന സംഭവം 4000 വർഷങ്ങൾക്ക് മുൻപേ അന്നത്തെ ലോകത്തിലെ മനുഷ്യർ പാപം ചെയ്ത് തിന്മ പ്രവർത്തിച്ച് ദൈവം പൊറുതി മുട്ടിയപ്പോൾ ദൈവത്തോടൊപ്പം സഞ്ചരിച്ച ഒറ്റ കുടുംബം നോഹയെ മാത്രം സ്പെയർ ചെയ്ത് അന്ന് ലോകത്തിൽ ജീവിച്ച മുഴുവൻ ആളുകളെയും ജലപ്രളയത്താൽ തകർത്തു. അങ്കോറായ്ക്ക് 900 കിലോമീറ്റർ കിഴക്കുള്ള അരരത്ത് പർവ്വതത്തിൽ റഷ്യൻ വ്യോമസേന പറന്നപ്പോൾ എടുത്ത വീഡിയോഗ്രാഫ് ഒരു കപ്പലിന്റെ മേത്തട്ട് കാണിച്ച് പിന്നീട് നയപരമായ കാര്യങ്ങളാൽ അത് മറച്ചെങ്കിലും അങ്ങനെ ഒരു കപ്പലിന്റെ മേത്തട്ട് അവർ കണ്ടുപിടിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം ഈ ഭൂമിയെ ന്യായം വിധിച്ചിരുന്നു.
എവറസ്റ്റിന്റെ മുകളിൽ നിന്നും ആൽപ്സ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും കണ്ടെടുത്ത ഫോസിലുകൾ കാർബൺ ടെസ്റ്റിൽ തെളിയിച്ചത് 4000 വർഷങ്ങൾക്ക് മുമ്പേ ഇത് കടലായിരുന്നെന്ന. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സകല പർവ്വതത്തിന്റെ മുകളിൽ 4000 വർഷം മുമ്പേ 22 അടി വെള്ളം പൊങ്ങി. ഒന്നാമത്തെ ദൈവം ഭൂമിയെ സന്ദർശിച്ച ഒന്നാമത്തെ സംഭവം ഭൂമിയിലെ ജലപ്രളയം. രണ്ടാമത്തെ സംഭവം ചരിത്രത്തിനും മറക്കാനൊക്കത്തില്ല, സയൻസിന് തിരസ്കരിക്കാനൊക്കത്തില്ല. പാപം ചെയ്ത 2 പട്ടണങ്ങളെ ആകാശത്തിൽ നിന്നും സൾഫർ സ്പ്രേ ചെയ്ത് കത്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 19:24 പറയുന്നു, ആകാശത്തു നിന്നും ഗന്ധകം പെയ്തു. ഇന്നത്തെ സയൻസ് അത് കണ്ടുപിടിച്ചു. എവിടെ നിന്നാ വന്നതെന്നും വീണ്ടും വരാൻ പോകുന്നെന്നും പറയുന്നു. സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് പുറകെ ചിന്തിക്കാം. മനോഹരമായ 2 പട്ടണങ്ങൾ. പലസ്തീനിൽ ചെന്നാൽ കാണുന്ന ദുഃഖസത്യം, ചാവുകടൽ, ഡെഡ് സീ, മത്സ്യങ്ങൾ അതിനകത്തില്ല. നമ്മൾ മുങ്ങി കുളിക്കാനിറങ്ങിയാൽ മുങ്ങത്തില്ല. മുകളിൽ കൂടി പക്ഷികൾ പറക്കാൻ മേല. ശാപം. ചരിത്ര സത്യം, സയൻസ് സത്യം. രണ്ടാമത്തെ സംഭവം ലോകം കണ്ടത്. ലോകം കണ്ട മൂന്നാമത്തെ ദൈവിക നടപടി 20 ലക്ഷം ജനത്തെ ഒരു കടൽ കീറി മാറ്റി ഇക്കരെ കടത്തി. വെറുതെ അല്ല, ഒരു രാത്രി മുഴുവൻ കിഴക്കൻ കാറ്റടിപ്പിച്ച് ഓക്സിജൻ അടിച്ച് ഉണക്കി അടിക്കടൽ. ചതുപ്പിൽ കൂടിയല്ല. ശ്രദ്ധിക്കണേ ദൈവമക്കള്, ദൈവത്തിന്റെ പ്രോജക്റ്റ് ഫുൾ പ്രോജക്റ്റാ. 100 വയസ്സുള്ള അപ്പച്ചനും 2 വയസ്സുള്ള കൊച്ചും ഇറങ്ങിക്കേറി പോകണമെങ്കിൽ ചതുപ്പിൽ കൂടി പോയാൽ മരിച്ചു പോകും. അത് വരാതിരിക്കാൻ കടലിന്റെ അടി 12 മണിക്കൂർ കൊണ്ട് ഹൈപ്പൻഹെൻ പോലെ കാറ്റടിപ്പിച്ച് ഉണങ്ങിയ നിലം കാണിച്ചുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ പ്രശ്നങ്ങളുടെ ചതുപ്പുകളെ അവൻ കാറ്റടിപ്പിച്ച് ഉണക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ചതുപ്പിൽ കൂടി പോകാനല്ല, വല്ലച്ചാതെയും ജീവിക്കാനല്ല. ദൈവവചനം ക്രിസ്തുവേശുവിൽ ജയോത്സവമായി നടത്തും. ലോകം കണ്ട മൂന്നാമത്തെ സംഭവമാണ് 20 ലക്ഷം പേർ ചെങ്കടൽ കയറി അക്കരത്ത് വന്നു. ലോകം കണ്ട 4ാമത്തെ സംഭവം പ്രൈസ് ദി ലോർഡ്. ആധുനിക കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ തെളിയിച്ചു, ലോകത്തിന്റെ ചരിത്രത്തിൽ 12 മണിക്കൂർ ഇല്ല. 12 മണിക്കൂർ സൂര്യൻ അസ്തമിച്ചില്ല. എന്തുകൊണ്ടെന്ന് അവർക്കറിയത്തില്ല. കാൽക്കുലേഷനകത്ത് 12 hours ആബ്സെൻസ്, ഷോർട്ടേജ്. 24 മണിക്കൂറാണല്ലോ ഒരു ദിവസം. കണക്ക് കൂട്ടിയപ്പോൾ ടോട്ടൽ കാൽക്കുലേഷൻ പുറകോട്ട് പോയപ്പോൾ 12 മണിക്കൂർ ഇല്ല. അവർക്കറിയാമല്ല, നമുക്കറിയാം. യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, യോശുവ നിന്നേച്ച് പറഞ്ഞു, സൂര്യ നീ അവിടെ നില്ലടാ, ഇന്ന് രാത്രിയിൽ നീ അസ്തമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഹല്ലേലൂയ ഒരു മനുഷ്യനെ പോലെ അനുസരിച്ച് അന്നൊരു രാത്രി സൺസെറ്റിംഗ് നിർത്തി. എങ്കിൽ ലോകം കണ്ട 4ാമത്തെ സംഭവം, ഒരു രാത്രിയിൽ സൂര്യൻ അസ്തമിച്ചില്ല. അന്ന് സൂര്യൻ അസ്തമിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് നീര് സൂര്യൻ ഉദിക്കാൻ പോകുക. കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചേ. ലോകം കണ്ട് 5ാമത്തെ സംഭവം നിരാകരിക്കാൻ സയൻസിനും മേല, ചരിത്രത്തിനും മേല. ദൈവിക നടപടി 5, വചനം മാംസമായി. സ്തോത്രം. 5ാമത്തെ സംഭവമാ വചനം ജഡമായി. സ്ത്രീയുടെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, വചനം ജഡമായി. മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യഹോവയായ ദൈവം മനുഷ്യനായി കന്യകയിൽ അവതരിച്ച് ആർക്കും നിരാകരിക്കാൻ മേലാത്ത വിധത്തിൽ ചരിത്രത്തെ BC എന്നും AD എന്നും 2ആയി കീറി മാറ്റിക്കൊണ്ട് യേശു രക്ഷകൻ അവതരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ദൈവിക മുൻ പ്രീ പ്ലാനാ. AD യും BC ഒക്കെ വന്ന. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പലരും പറയും ക്രിസ്തു ജനിച്ചില്ലെന്ന്. ക്രിസ്തു ജനിച്ചില്ലെന്ന് പറയുന്ന നിരീശ്വരവാദിയും എഴുതുന്നത് AD 2009 ഏപ്രിൽ എന്നാ. സ്തോത്രം. BC AD എന്ന് ചരിത്രത്തെ 2ആയി കീറിക്കൊണ്ട് യേശു തമ്പുരാൻ അവതരിച്ചതാണ് ലോകം കണ്ട 5ാമത്തെ ദൈവിക നടപടി. 6ാമത്തെ ദൈവിക നടപടി സയൻസിന് അംഗീകരിക്കാനും മേല, നിഷേധിക്കാനും മേല. കഴിച്ചിട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ട് തുപ്പാനും മേല. ഉണ്ടെന്നറിയാം, സമ്മതിക്കാൻ ഒക്കുകയില്ല. 6ാമത്തെ ദൈവിക നടപടി, രക്തവും മജ്ജയും മാംസവും അസ്ഥിയുമുള്ള മനുഷ്യരിൽ വേറെ ഒരു ആത്മീയ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം താഴ്ചയുള്ള ശരീരത്തിൽ ഹല്ലേലൂയ അനുഭവമുള്ള ഒരു കരങ്ങളെ ഓർത്ത് സ്തുതിച്ചേ.
Praise God. നോക്കിക്കേ, സയൻസിന് പറയാനൊക്കെയോ എത്ര പേരെ അവർ പരിശോധിച്ചെന്നറിയാവോ? അഭിഷേകമുള്ളവരെ സ്കാൻ ചെയ്ത് നോക്കി, CT സ്കാൻ ചെയ്ത് നോക്കി. അവന്റെ സ്കാനെ കിട്ടുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് ദൈവത്തിന്റെ അപ്രമേയമാ, അത് അനുഭവത്തിൽ കിട്ടുന്നതാ. അവർക്ക് നിരാകരിക്കാൻ മേല. ഇവരുടെ ജീവിതത്തിനൊരു പ്രത്യേകത കാണുന്നു, ഇവരുടെ സംസാരത്തിനൊരു പ്രത്യേകത, ഇവരുടെ മുഖത്തൊരു പ്രത്യേകത, ഇവരുടെ ആരാധനയൊരു പ്രത്യേകത, ഇവരുടെ ക്യാരക്ടറിൽ പ്രത്യേകത. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ അഭിഷേകം. ആറാമത്തെ സംഭവം, മനുഷ്യരിൽ. എങ്കിൽ ഏഴാമത്തെ സംഭവം നടക്കാൻ പോകുന്നു. ആരിലെല്ലാം ഈ അപ്രമേയ ശക്തി ഉണ്ടോ അവരെ എല്ലാം മേലോട്ട് അബ്സോർവ് ചെയ്യാൻ പോകുന്നു. ഏഴാമത് ലോകം കാണാൻ പോകുന്ന സംഭവം വേൾഡ് വാർ അല്ല. ഒറ്റ ആറ്റം യുദ്ധം ഇവിടെ ഇപ്പോ ഉണ്ടാകത്തില്ല. ഞാൻ തെളിയിക്കാം ബൈബിളിൽ കൂടി നാളെ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത സംഭവം, വീണ്ടും വരാവുന്ന ഒരാളെ പറഞ്ഞുള്ളൂ, നമ്മുടെ അരിമരക്ഷകൻ. എന്റെ പ്രിയൻ ഈ തലമുറയിൽ ആകാശത്തിന്റെ മുകളിൽ വരും, ഞാനും നിങ്ങളും എടുക്കപ്പെടും. കാണാൻ പോകുന്ന സംഭവമാ. 3 സംഭവം ഈ ലോകത്തിൽ നടക്കും. ഒന്ന്, എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും, കാത്തിരിക്കുന്ന ഭക്തന്മാർ എടുക്കപ്പെടും, അവരുടെ ശരീരം രൂപാന്തരപ്പെടും. ഈ ദ്രവത്വമുള്ളത് ആ ദ്രവത്വത്തെ അവകാശമാക്കും. ഇന്ന് ബുദ്ധിജീവികളുടെ കാലമാണ്, സയൻസിന്റെ കാലമാണ്. പൗലോസ് പറഞ്ഞു, കണ്ണ് വയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. കണ്ണ് വയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. ഇന്ന് ബുദ്ധിജീവികളുടെ കാലമാ, സയൻസിന്റെ കാലമാ. അതെങ്ങനെയാ നടക്കുന്നത്? 70 വയസ്സ് 70 കിലോ 200 കിലോ തൂക്കമുള്ള മനുഷ്യൻ എങ്ങനെയാ മാറിപ്പോകുന്നത്? അല്ലേ? ബുദ്ധിയുള്ളവൻ ഇതൊക്കെ ചോദിക്കും. 3 സിസ്റ്റത്തിലാ ലോകം പോകുന്നത്. 3 ആവശ്യമാ, 3 അപകടവുക. 3 സിസ്റ്റം ഇല്ലാതെ ജീവിക്കാൻ മേല. ഇന്റർനെറ്റ്, മൊബൈൽ ഫോണ്, TV, ഇത് 3 ഇല്ലാതെ പറ്റത്തില്ല. 3 ജീവിതത്തെ പൊള്ളിക്കുന്നതുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന ഒരുത്തൻ ചോദിക്കുക, പിന്നെ അതെങ്ങനെ നടക്കും? എന്നോട് ചോദിച്ചിട്ടുണ്ട്, പെയിന്റ് അടിച്ചാണോ മാറ്റുന്നത്? ഒരാൾ ചോദിച്ചതാ പണ്ട് 79. നമുക്ക് പറയാം ഹാനോക്ക് രൂപാന്തരപ്പെട്ടു, ഹാനോക്ക് രൂപാന്തരപ്പെട്ടു, ഏലിയ രൂപാന്തരപ്പെട്ടു. അത് വിശ്വസിക്കാത്തവനോ? തമ്പുരാൻ അറിയാം. ശ്രദ്ധിക്കണേ, ഇനി ഈ കാലത്ത് ഒരു ബുദ്ധിജീവിയും പറയരുത് നടക്കത്തില്ലെന്ന്. തമ്പുരാൻ തെളിയിച്ചു, സയൻസിനെ കൊണ്ട് തെളിയിച്ചു രൂപാന്തരപ്പെടുത്താം. ശാസ്ത്രം പറയുന്നു ഞങ്ങൾ രൂപാന്തരപ്പെടുത്താം. നിങ്ങൾ ഒരു മിനിറ്റ് ശ്രദ്ധിച്ചോണം. ഇന്ന് ഹൈടെക് ലോകമാ. ദൈവം ഓരോരോ കാര്യങ്ങൾ പലരെ കൊണ്ടും ചെയ്യിക്കും. ദൈവം തന്റെ കാര്യസാധ്യത്തിന് ആരോ ഉപയോഗിക്കുന്നവനാ. നിങ്ങൾക്കറിയാം, കഴുതെ കൊണ്ട് സംസാരിപ്പിച്ചവനാ നമ്മുടെ ദൈവം. അല്ലേ? വേണ്ട കാക്കയെ കൊണ്ട് കേറ്ററിംഗ് നടത്തിച്ചവൻ ആ ദൈവം. പ്രൈസ് ദി ലോർഡ്. വേറെ ആരുടെ കൊടുത്തു വിട്ടാലും കിട്ടുകയില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ആ ദൈവം ശാസ്ത്രത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു, രൂപാന്തരപ്പെടുത്താം. അല്പം ശ്രദ്ധിക്കണേ. ഇന്ന് ഹൈടെക് ലോകമാണ്. പഴയ സിസ്റ്റം ഒക്കെ പോയി. നമ്മൾ തന്നെ ഇന്ന് വളരെ വളരെ ദൂരം സഞ്ചരിക്കുന്ന ഒരു കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നവരുവാ. ഇന്ന് തന്നെ നമ്മുടെ ഈ പട്ടണങ്ങളിലുള്ള ഫാക്ടറികളിലെ ഏതെങ്കിലും ഒരു പാർട്സ് കേടായാൽ, എന്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ പാർട്സ് പോയാൽ വരണമെങ്കിൽ ജപ്പാനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇല്ലേ? ഇനിയും വരുന്ന കാലം സയൻസ് പ്രിഡിക്റ്റ് ചെയ്യുന്ന അതെല്ലാം മാറി. സയൻസിന്റെ പ്രിഡിക്ഷൻ കേട്ടോണം. ഉദാഹരണം, കുവൈറ്റിൽ ഒരു ഫാക്ടറി, ഒരു ദിവസത്തെ ടേൺ ഓവർ 10,000 കോടി കേടി. 10,000 കോടി കേടി. അങ്ങനെയുള്ള ലോകം വരാൻ പോവുക. 10,000 crores of കേടി ഒരു ദിവസത്തെ ടേൺ ഓവർ. ആ ഫാക്ടറിയിലെ കാതലായ മിഷ്യൻ കേടായി. ഒരു ദിവസം 10,000 കോടി കേടിയാ പോകുന്നത്. ആ ഫാക്ടറിയിലെ മിഷ്യൻ നന്നാക്കാൻ ഒറ്റ എഞ്ചിനീയറെ ജീവിച്ചിരിപ്പുള്ളൂ. ജപ്പാനില്ല. സങ്കല്പിച്ചാട്ടെ. ഇല്ലേ അമേരിക്കയില. ആ ആൾ ഇവിടെ വരണം. പ്ലെയിനെ വന്നാൽ, നോൺ സ്റ്റോപ്പേ വന്നാൽ പോലും മണിക്കൂർ 16 വേണം. പോരാ. സയൻസ് പറയുന്നു അങ്ങനൊന്നും പോരാ, ഇപ്പോൾ ഇവിടെ വരണം. സയൻസ് പറയുന്നു ഞങ്ങൾ വരുത്താം. ചാൾസ് ബെനറ്റ്, അദ്ദേഹത്തിന്റെ 5 അസിസ്റ്റന്റുമാർ 60% കണ്ടുപിടിച്ചു. ആ ടെക്നോളജിയുടെ പേരാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടുകൊള്ളുക. അവർ കണ്ടുപിടിച്ചു എന്താണ് ഈ മനുഷ്യ ശരീരം, നമ്മുടെ ബോഡി എന്താ. ഈ പാന്റ് ഷർട്ടും ഇട്ട് നിൽക്കുന്ന തോമസ് മാമൻ, നിങ്ങൾ ഓരോരുത്തരും ആരാ? പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരം 100 crores of cells, 100 കോടി കോശമായി എന്റെയും നിങ്ങളുടെ ശരീരം. ഒരു കോശം എങ്ങനെയുണ്ടാകും? ആയിരക്കണക്കിന്
അമിനോ ആസിഡ് ചേരുമ്പോൾ ഒരു പ്രോട്ടീൻ, ആയിരക്കണക്കിന് പ്രോട്ടീൻ ചേരുമ്പോൾ ഒരു കോശം. ശ്രദ്ധിക്കണേ, ആയിരക്കണക്കിന് അമിനോ ആസിഡ് ചേരുമ്പോൾ ഒരു പ്രോട്ടീൻ, ആയിരക്കണക്കിന് പ്രോട്ടീൻ ചേരുമ്പോൾ ഒരു സെല്ല്, 100 കോടി സെല്ല് ചേരുമ്പോൾ ഒരു മനുഷ്യൻ. പുറകോട്ട് പോവുക, മനുഷ്യൻ ബൈക്ക്, 100 കോടി സെൽ, ബൈക്ക് പ്രോട്ടീൻ, അഗൈൻ ബൈക്ക് അമിനോ ആസിഡ്. കേട്ടണം, അമിനോ ആസിഡ് എവിടെ നിന്ന് വന്നു? ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും ചേരുമ്പോൾ അമിനോ ആസിഡ്. ബൈബിളിലേക്ക് വരുന്ന സയൻസ് എവിടുന്ന് വന്നു? ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും സയൻസ് കണ്ടുപിടിച്ചു. 530 കോടി വർഷം മുമ്പേ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലായിരുന്നു, ഒരു തീഗോളം മാത്രം ഉണ്ടായിരുന്നു. ആ തീഗോളത്തിന് അവരിട്ടിരിക്കുന്ന പേരായി എൽമേ. ഭൂമിയുടെ ഉൽപ്പത്തി 5 സിദ്ധാന്തം: നെബുലാർ ഹൈപ്പോത്തസിസ് തിയറി, പ്ലാനറ്റ് സീമൽ തിയറി, എക്സ്ട്രാക്റ്റീവ് യൂണിവേഴ്സൽ തിയറി, റസൽ തിയറി, ഒടുവിൽ തെളിയിക്കപ്പെട്ട ബിഗ് ബാങ് തിയറി. ഇന്ന് രാത്രിയിലും ഫ്രാൻസിന്റെ അടിയിൽ നടത്തുന്ന പരിപാടി ബിഗ് ബാങ് തിയറി തെളിയിച്ചു. അത് പറയുന്നത് കേൾക്കുക, എങ്ങനെ ഭൂമി ഉണ്ടായി. 530 കോടി വർഷം മുമ്പ് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഒരു വലിയ തീഗോളം കേട്ടുകൊള്ളുക, അതിന്റെ പേരാണ് എൽമേ. അത് കത്തിക്കൊണ്ടിരുന്നു. അടുത്തത് കേട്ടോണം, എവിടുന്നോ ഒരു ശബ്ദമുണ്ടായി. എവിടുന്നെന്ന് അവർക്കറിയാമല്ലോ, നമുക്കറിയാം. അത് കേട്ടുകൊള്ളുക. എവിടുന്ന് ഒരു ശബ്ദമുണ്ടായപ്പോൾ ഒരു സ്ഫോടനമുണ്ടായി. ആ ശബ്ദത്തിൽ അത് പൊട്ടിച്ചെതറി. ശബ്ദം എവിടുന്നാ ഉണ്ടായെന്ന് അവർക്കറിയാമല്ല. ദൈവദാസന്മാരുടെ പേര് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിള് പറയുന്നു, 29-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിതറിക്കുന്നു. The sound of God splits the flame of fire. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിതറിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന് 530 കോടി വർഷം മുമ്പേ നമ്മുടെ ദൈവം, ഏക ദൈവം പറഞ്ഞപ്പോൾ തീഗോളം പൊട്ടിച്ചെതറി. അത് തണുത്ത്, അത് നോക്കിക്കോണം, ഹൈഡ്രജൻ കത്തിക്കൊണ്ടിരുന്ന ആ തീഗോളം, ഹീലിയം, അത് തണുത്ത് ഹൈഡ്രജനായി, കാർബണായി, നൈട്രജനായി, ഓക്സിജനെ തണുത്തപ്പം മണ്ണായി. മണ്ണിന്റെ നല്ല പാർട്ടായ പൊടിയിൽ നിന്നും നമ്മളെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. മണ്ണിന്റെ ഫൈൻ പാർട്ടിക്കിളാണ് ഡസ്റ്റ്, അതിൽ നിന്നും നമ്മളെ സൃഷ്ടിച്ചു. മണ്ണിന്റെ നല്ല സാധനം എന്നാണെന്നറിയാവോ? ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ചാൾസ് ബെനറ്റ് കണ്ടുപിടിച്ചു, ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും ചേരുമ്പോൾ അമിനോ ആസിഡ്, അമിനോ ആസിഡ് ചേരുമ്പോൾ പ്രോട്ടീൻ, പ്രോട്ടീൻ ചേർന്നപ്പോൾ സെല്ല്, സെല്ല് ചേർന്നപ്പോൾ തോമസ് മാമൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ഈ മനുഷ്യനെ ആറ്റം പവറിൽ കണകങ്ങളാക്കാം. അതാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ. 70% കണ്ടുപിടിച്ചു കഴിഞ്ഞു. 50 വർഷം മുമ്പ് ഒരു എഴുത്ത് ഫാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് അടി വാട്സല. ഇന്ന് അവന്റെ വീട്ടിലുണ്ട് ഫാക്സ് മെഷീൻ. ഇല്ല, ഇതുപോലെ അദ്ദേഹം പറയുന്നു, അനസ്തീഷ്യ കൊടുത്തൊരു രോഗിയെ മയക്കുന്നത് പോലെ ആത്മാവിനെ ഫ്രീസ് ചെയ്യാം. പ്രത്യേക മിഷനിൽ മനുഷ്യനെ കയറ്റി കിടത്തുക, വസ്ത്രങ്ങളും എല്ലാം മാറ്റുക, കണ്ണാടിയും ചെരുപ്പുമില്ല. പ്രത്യേക റേ വെളിപ്പെടുത്തിയിട്ടില്ല, റേയുടെ പേര്, അതൊക്കെ സീക്രട്ടാ. പ്രത്യേക രശ്മികൾ കയറ്റി വിടുമ്പോൾ ഈ മനുഷ്യൻ ആറ്റമായിട്ട് മാറും. ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും ആകും. സെല്ല് പുറകോട്ട് പോകും, കോശം പുറകോട്ട് പോകുക, പോയി ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. തേനീച്ച കോളനിയായിട്ട് പറക്കുന്നത് പോലെ പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒന്നിച്ചങ്ങോട്ട് പറപ്പിക്കും. അപ്പൊ കുവറ്റിലിരിക്കുന്ന തോമാച്ചനെ മിഷനിലോട്ട് കയറ്റി വെച്ചിട്ട് പ്രത്യേക റേ അങ്ങോട്ട് കയറ്റി കഴിയുമ്പോൾ അതങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് പറപ്പിച്ച് അമേരിക്കയിലോ ഹോങ്കോങ്ങിലോ ഒരു മിഷൻ അതുപോലെ വെച്ചിട്ട് അതിനകത്ത് വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ, അവിടെ വീണ്ടും ഈ റേ കയറ്റുമ്പോൾ ആളവിടെ എഴുന്നേറ്റ് വരും. ആ ടെക്നോളജിയുടെ പേരാ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ. സയൻസ് കണ്ടുപിടിച്ചതാ. 46 വയസ്സ് പ്രായമുള്ള ചാൾസ് ബെനറ്റിന് ആ പണി അറിയാമെങ്കിൽ സകലത്തെ നിർമ്മിച്ച കർത്താവിന്റെ ടെലിപ്പോർട്ടേഷൻ പറയുന്നു, അവൻ സകലതും എനിക്ക് നിയന്ത്രിപ്പാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:21-22 ഒന്ന് വേഗം വായിച്ച്. ഫിലിപ്പിയർ 3:21-22 ഒന്ന് വേഗം വായിച്ച് സഹായിച്ച്. ഫിലിപ്പിയർ 3:21-22. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരം. അതാ പൗലോസ് പറഞ്ഞ കണ്ണിമയ്ക്കുന്നതിനിടയിൽ സയൻസ് പറയുന്നു 2 സെക്കൻഡോ 3 സെക്കൻഡോ മതി, ഞാൻ ആളിനെ അപ്പുറത്ത് കൊണ്ടുപോകാം. പ്രൈസ് ദി ലോർഡ്. ഒരു ലെറ്റർ ഫാക്സ് ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ ചെല്ലാം.
ശാസ്ത്രം പറയുന്നു, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവനെ ലോകത്തിന്റെ മറ്റൊരു കോണ്ടിനെന്റിൽ കൊണ്ടുപോകാൻ മനുഷ്യന് സാധിക്കുന്നു എങ്കിൽ സകലത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ അപ്രമേയ ശക്തിയാൽ തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ദൈവമക്കളെ സകലതും എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാ തമ്പുരാന്റെ വോട്ടേഷൻ. ഈ അന്ത്യകാലത്തിന് ആരും തർക്കിക്കരുത്. ഒന്നാമത് സംഭവിക്കാൻ പോവുക, കർത്താവെ ഒത്തിരി പേരെ കാണാതെ പോകും. സ്തോത്രം. പ്രത്യാശയുള്ളൊരു ദൈവത്തെ സ്തുതിച്ചേ. നമുക്ക് ഒടുവിൽ ചിന്തിക്കാം. സമയം കിട്ടിയ സകലം റെഡി. വാഹനം വരെ മേളി വന്നു കഴിഞ്ഞു. മണവാട്ടിയെ കൊണ്ടുവന്ന വണ്ടി മേളി വന്ന് കിടക്കുക. അത് താന്നോണ്ടിരിക്കുക. അറിയാമോ, സംഭവങ്ങൾ വളരെ ക്വിക്കാ. അതാ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുക. മണവാട്ടിയെ കൊണ്ടുപോകുന്ന വാഹനം എത്തിക്കഴിഞ്ഞു. നാം രൂപാന്തരപ്പെടാറായി. മിനിറ്റുകൾക്കകം, സെക്കൻഡുകൾ. നോക്കിക്കേ, ഈ ലോകത്തെ പിശാച് മനോഹരമാക്കുന്നതിന്റെ ടെക്നോളജി എന്നാണെന്നറിയാവോ? മനുഷ്യൻ ചിന്തിക്കും, നടക്കുവോ? ഇത്രയും നല്ല ലോകത്തിൽ നിന്ന് എങ്ങനെയാ പോകുന്നത് എന്നുള്ള തോന്നൽ വരും. ഈ സുന്ദരമായ ലോകത്തിൽ എങ്ങനെ നടക്കുവോ? നടക്കും. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന് രമ്യാവ് പറഞ്ഞത് നടന്നു എങ്കിൽ, ഹല്ലേലൂയ, അവൻ മരിച്ചിട്ട് ഉയർക്കുമെന്ന് വചനം പറഞ്ഞത് സംഭവിച്ചു എങ്കിൽ, ആ സ്വർഗാരോഹണം ചെയ്ത യേശു ഈ തലമുറയിൽ വരും. ആദ്യ രാത്രി തന്നെ ഞാൻ പറഞ്ഞേക്കാം, മരണം കാണാത്തവരായിരിക്കുന്ന എല്ലാം പ്രായം നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ സംഭവം, ഈ തലമുറയിൽ എൻ്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും, ഭക്തന്മാരെടുക്കപ്പെടും. രണ്ടാമത്തെ സംഭവം, ഈ ഭൂമി ഒരു വേസ്റ്റ് ആകും. ദൈവത്തിന് പ്രിയപ്പെട്ടത് എന്താണ്? ഈ ഭൂമിയിൽ ഒരുപാട് വസ്തുക്കൾ ഈ ഭൂമിയിലുണ്ട്, വിലപ്പെട്ടത്, പേര് കേട്ടത്. ഏറ്റവും വലിയ കെട്ടിടം പണ്ടൊക്കെ ആയിരുന്നു സിയേഴ്സ്. ഇവൻ ദുബൈയിലാ 1.25 മീറ്ററിലാ ഒരെണ്ണം കെട്ടിപ്പൊക്കുന്നത്. കോടിക്കണക്കിന് ഡോളർ വിലയുള്ള കാറുകളില്ലേ, ഡയമണ്ട് ഉണ്ടല്ലോ, എന്തെല്ലാം ഈ ഭൂമിയിലുണ്ട് വില. ദൈവത്തിന് എന്തുവാ വിലപ്പെട്ടത്? നിങ്ങൾ നോക്കിക്കോണം. നിങ്ങൾ പറയും വിലപ്പെട്ടത് എന്താന്ന്. ഞാൻ നിങ്ങളെ ഒരു വീട് കാണിക്കാം. 1 കോടി രൂപ ചെലവാക്കി ഞങ്ങളുടെ കോട്ടയം പട്ടണത്തിൽ നിർമ്മിച്ച വീട്. 1 കോടി രൂപ ചെലവാക്കി മനോഹരമായ വീട്, ഇഷ്ടം പോലെ ഫർണിച്ചറ്, പോർച്ചിനകത്ത് പുതിയ കാറ് ബ്രാൻഡ് 2 എണ്ണം, വീട്ടിനകത്ത് ഇഷ്ടം പോലെ ഹോം അപ്ലിക്കൻസ് എല്ലാം ഉണ്ട്. സങ്കല്പിച്ചു, ഒരു മുറിയില് ഒരു തൊട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ് മൂത്രം ഒഴിച്ച് കിടപ്പുണ്ട്. വീടിന് ഇലക്ട്രിക് ഷോർട്ടേജ്, തീ പിടിച്ചു. ഗ്രഹനാഥനും ഗ്രഹനാഥി ആദ്യം എന്തെടുക്കും? ഇന്നലെ മേടിച്ച ഇനോവ കാർ തള്ളി ഇറക്കുമോ, അതോ സാരിയോ പാൻറ്റോ എടുക്കാൻ ഓടുമോ? എല്ലാവരും പറയും ആദ്യം പോയി എടുക്കുന്ന കുഞ്ഞിനെയാ. കാരണം എന്താ? കുഞ്ഞിന്റെ സൗന്ദര്യമൊന്നുമല്ല, അത് അവരുടെ രക്തമാണ്. ഗ്രഹനാഥന്റെയും ഗ്രഹനായികന്റെയും ബ്ലഡാ. ഓട്ടോമാറ്റിക് ആയിട്ട് ഓടില്ലേ? എങ്കിൽ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ടത് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. അതിനേക്കാൾ കൂടുതൽ വിലയുള്ളതൊന്നും ഈ ഭൂമിയിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ ആരാന്നറിയാമോ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവരാണ് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ. ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ 1, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ. ഹല്ലേലൂയ. 2, യഹോവ ദൈവമായിരിക്കുന്ന ജാതി, സ്വന്തമായിരിക്കുന്ന ജനത ഭാഗ്യമുള്ളത്. 3, നിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിനെ നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവാന്മാരാണ് നമ്മൾ. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഈ തലമുറയിൽ കാണാൻ പോകുന്ന ഒന്നാമത്തെ സംഭവം, ദൈവമക്കൾ എടുക്കപ്പെടും. ഈ തലമുറയിൽ എടുക്കപ്പെടും. വെറുതെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. നാളെയും നാളെ കഴിഞ്ഞും ഇതിന്റെ മുഴുവൻ അടയാളവും പറയാൻ പോവുക. രണ്ടാമത്തെ കാര്യം, ഈ ഭൂമി വേസ്റ്റ് ആകും. അതെടുക്കാൻ ഒരുവൻ വരും. അത് ആരംഭിച്ച് നിർത്തും. 6 പേരിൽ അറിയപ്പെടും. ബൈബിൾ അവനെ പഠിപ്പിക്കുന്നത് 6 പേരാ. സാത്താൻ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 20-ാം അധ്യായം 1-ാം വാക്യം സാത്താൻ. 2, മൃഗം, വെളിപ്പാട് 13-ന്റെ 1. 3, കള്ളപ്രവാചകൻ അഥവാ മൃഗം നമ്പർ 2, വെളിപ്പാട് 13-ന്റെ 12. 4, ഈ ലോകത്തിന്റെ പ്രഭു, യോഹന്നാൻ 14:30. 5, മ്ലേച്ഛതയുടെ ചിറകിൽ സഞ്ചരിക്കുന്നവൻ. സ്വഭാവം കേട്ടോണം, മ്ലേച്ഛതയുടെ ചിറകിൽ സഞ്ചരിക്കും.
ദാനിയേൽ 9:27. 6 അധർമ്മമല്ല, അധർമ്മത്തിന്റെ മൂർത്തി. ദാനിയേൽ 2 തെസ്സലോനിയർ 2:7. ഈ 6 പേരാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന അന്തിക്രിസ്തുവിന്റെ പേര്. അല്പം കൂടെ തെളിയിച്ച് ഞാൻ പറഞ്ഞാൽ, ഈ തലമുറയിൽ ദൈവത്തിന്റെ മക്കൾ എടുക്കപ്പെടും. ഈ ലോകം ഒരു വേസ്റ്റ് ആകും. അതെടുക്കാൻ ഒരുവൻ വരും. അവന്റെ പേരാണ് സാത്താൻ. നാടൻ ഭാഷയിൽ അന്തിക്രിസ്തു. യഥാർത്ഥ പേര് അന്തിക്രിസ്തു എന്നല്ല, എതിർ ക്രിസ്തു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആന്റി ക്രൈസ്റ്റ്. അതായത് എല്ലാം ക്രിസ്തുവിനെതിരെ. ശ്രദ്ധിച്ച് കേട്ടോണേ, നമുക്ക് നാളെ അതിന്റെ ബാക്കി അങ്ങോട്ട് തുടരാം. എല്ലാം ക്രിസ്തുവിനെതിരാ. അതാണ് ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തു സ്വർഗത്തിൽ നിന്നും വന്നു. യോഹന്നാൻ 6:38. ഇവനും സ്വർഗത്തിൽ നിന്ന് വന്നതാ, പക്ഷെ പെടലേക്ക് പിടിച്ച് ചാടിച്ചതാ. എഗസ്കേൽ 28:16. ക്രിസ്തുവിനെ പിതാവ് അയച്ചതാ. യോഹന്നാൻ 5:30. ഇവനെ പിതാവ് ഓടിച്ചു വിട്ടതാ. എഗസ്കേൽ 28:16. ക്രിസ്തു പിതാവിന്റെ നാമത്തിൽ വന്നു. യോഹന്നാൻ 5:43. ഇവൻ എല്ലാം ഓപ്പോസിറ്റാ. ഇവൻ സ്വന്തം നാമത്തിലാ വരാൻ പോകുന്നത്. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും. അടുത്തത്, ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി. ഫിലിപ്പിയർ 2:6. ഇവൻ തന്നെത്താൻ ഉയർത്തും. 2 തെസ്സലോനിയർ 2:7. ഏത് ദേവനും മേലായി തന്നെത്താൻ ഉയർത്തും. അടുത്തത് കേട്ടോണം, ക്രിസ്തു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനും കർത്താവ് വന്നു. യോഹന്നാൻ 10:10. ഇവൻ ഓപ്പോസിറ്റാ. മോട്ടിക്കാനും അറക്കാനും മുടിക്കാനും അവൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാം ക്രിസ്തുവിനെതിരാ. അടുത്തത് കേട്ടോണം, ക്രിസ്തു സമൃദ്ധിയായി അനുഗ്രഹിച്ചു. 5 അപ്പം കൊണ്ട് 5000 ഫീഡ് ചെയ്തു. ഇവൻ റേഷ്യൻ വെക്കും. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം അവൻ കൺട്രോൾ ചെയ്യാൻ പോവുക. ക്രിസ്തു ദേവാലയം ശുദ്ധീകരിച്ചു. ദേവാലയത്തിൽ കയറി അതിനകത്തെ അനഭിമിതരെയും കച്ചവടക്കാരെ അടിച്ചോടിച്ചു. ദേവാലയം ക്ലീൻ ചെയ്തു. ഇവൻ ദേവാലയം അടിച്ചു പൊളിക്കും. ദാനിയേൽ 8:11. ഒടുവിൽ ക്രിസ്തു, എതിർ ക്രിസ്തു. ക്രിസ്തു പ്രൈസ് ദി ലോർഡ് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു. ഇവൻ സ്ത്രീയുടെ സന്തതിയായി ജനിക്കത്തില്ല, ജനിച്ചാൽ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിർത്തും കറക്റ്റ് ടൈമിനെ. സയൻസ് 2 കാര്യത്തിൽ നിന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്നു. നോക്കിക്കോണം, സയൻസിന്റെ കണ്ടുപിടുത്തങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വരുന്നെങ്കിലും വന്നെത്തുന്നത് എവിടെയാണെന്നറിയാമോ? വചനനിവൃത്തി. സയൻസ് ലോകത്തെ വെല്ലുവിളിക്കുന്നു 2 കാര്യം. 1, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു പ്രൊഫസർ, ഒരു ബിസിനസ്മാൻ, ഹൂഎവർ ഓപ്റ്റിമത്തിൽ വരണമെങ്കിൽ 40 വയസ്സാ. നല്ല ഗ്ലാമറിൽ കയറി വന്ന് ഏറ്റവും നല്ല ആ ഓപ്റ്റിമം ഹൈടെക്കിൽ വരണമെങ്കിൽ 40 വയസ്സാ. എല്ലാവരും അങ്ങനെ തന്നെയാ. സമൂഹത്തിൽ സയൻസ് പഠിച്ചതാ. എവരിബഡി അവർ ഉദ്ദേശിക്കുന്ന തുറയിൽ നല്ല രീതിയിൽ വരണേ 40 വയസ്സാ. പഠിച്ചും പ്രായവും പക്വതയും എക്സ്പീരിയൻസും 40 വയസ്സാ. ഒരു അധ്യാപകൻ നല്ലൊരു പ്രൊഫസറായിട്ട് വരണേ 40. ഒരു ഡോക്ടർ FRCS എല്ലാം കഴിഞ്ഞ് നല്ലൊരു അതോറിറ്റി ആയിട്ട് വരണമെങ്കിൽ മിനിമം 40. ഒരു ഡ്രൈവറെ നിങ്ങൾ നോക്കിക്കേ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരൻ്റെ കൊടുക്കത്തില്ല. 40 മിനിമം. രക്തം തിളപ്പിച്ച് അവൻ കത്തിച്ചു വിടും. 40 എല്ലാം. ഒരു വീട്ടമ്മ ചെലവ് ചുരുക്കി രുചികരമായിട്ട് ഭക്ഷണം പാചകം ചെയ്യണേ 40. അതിനു മുമ്പ് എണ്ണയ്ക്കകത്ത് ഉരുട്ടി വേഗം തീർക്കുന്ന പരിപാടിയാ. ലോകത്തിലെല്ലാം അങ്ങനെയാ 40. പക്ഷെ സയൻസ് പറയുന്നു ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ 40 വയസ്സാകുമ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത വ്യക്തി ഇല്ല. എന്തെങ്കിലും ഒരു രോഗം, ഡയബറ്റിക്കോ BP-യോ കൊളസ്ട്രോളോ എന്തെങ്കിലും ഇല്ലാത്ത ഒരാൾ, ഷുഗറോ ഇല്ലാത്ത പുള്ളി ഇല്ല. അപ്പൊ സയൻസ് പറയുന്നു അതൊരു ലോസാ. 40 വയസ്സ് വരെ ഈ വ്യക്തി വളർന്ന് പഠിച്ചു വന്നപ്പോൾ എത്ര ലക്ഷങ്ങൾ ചെലവാക്കി, എന്തുമാത്രം ഡോളർ ചെലവാക്കി, എന്തുമാത്രം ഗഡി ചെലവാക്കി. നല്ല കണ്ടീഷനിൽ വന്നപ്പം ബിരിയാൻ നേരത്ത് താന്നുപോയെന്ന് പറഞ്ഞതുപോലെ അതൊരു ലോസാ. അത് വേണ്ട. കേട്ടോണേ, ഞങ്ങൾ തരാം രോഗം വരാത്തത്. BP പിടിക്കത്തില്ല, കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല, ഡയബറ്റിക് ഉണ്ടാകത്തില്ല, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകത്തില്ല, സെറിബ്രൽ ഹെമറേജ് ഉണ്ടാകത്തില്ല. ഞങ്ങൾ തരാം. അടുത്തത്, ഒരു രാഷ്ട്രീയ നേതാവിനെ സംരക്ഷിക്കണമെങ്കിൽ കോടിക്കണക്കിന് അതാത് രാജ്യത്തെ നാണയത്തിന് ചെലവാ. പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റന്മാരോ രാജാക്കന്മാരോ ആരായാലും അവരെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ധാരാളം പണം വേണം. ശ്രദ്ധിക്കണേ, അവർ സയൻസ് ചോദിക്കുന്ന ഈ പണം ഏതാ? സാധാരണക്കാരന്റെ ടാക്സ് അല്ലേ? എന്നിട്ട് തന്നെ പ്രയോജനം? ഇത്രയൊക്കെ സംരക്ഷിച്ചിട്ടും വല്ല പ്രയോജനമുണ്ടോ? എത്രയോ നേതാക്കന്മാരെ കൊല്ലുന്നു, എത്രയോ നേതാക്കന്മാരെ അപമാനിക്കുന്നു. ഞങ്ങൾ തരാം വെടിയുണ്ടയേറ്റ ചാകാത്തത്.
നോക്കിക്കേ, ആധുനിക സയൻസ് പറയുന്നു ഞങ്ങൾ തരാം വെടിയുണ്ടയേറ്റ ചാകാത്തത്. ഒരു സയൻസും ഇല്ലാത്ത കാലത്തെ പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ എഴുതി, വെളിപ്പാട് 13:14, വാളാൽ മുറിവേറ്റിട്ടും ചാകാത്ത മൃഗം. പ്രൈസ് ദി ലോർഡ്. വാളാൽ മുറിവേറ്റിട്ടും ചാകാത്ത മൃഗം. വെളിപ്പാട് 13:2 പറയുന്നു, ആരോ ഒരുത്തൻ അവനോട്ട് വെടിവെച്ചു, അതങ്ങ് പുറത്തു പോയിട്ട് അവൻ ചോദിച്ചു, ഇത്രയേ ഉള്ളോ ചാക്കോച്ച, ഒന്നുകൂടെ വെക്കടാ. എതിർ ക്രിസ്തു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 13:12-14 പറയുന്നു, വാളാൽ മുറിവേറ്റിട്ടും ചാകാത്ത മൃഗം. അങ്ങനെയാണെങ്കിൽ സയൻസ് പറയുന്നു ഞങ്ങൾ സൃഷ്ടിച്ചു തരാം, രോഗം വരാത്തതിനെ ഞങ്ങൾ സൃഷ്ടിക്കാം. അടുത്തത് നിങ്ങൾ കേട്ടോണം, വെടിയുണ്ടയേറ്റാൽ ചാകാത്തതിനെ തരാം, നല്ല ലൈഫ് പ്രൂഫ് മനുഷ്യനെ ഞങ്ങൾ സൃഷ്ടിച്ചു തരാം എന്ന് സയൻസ് പറയുമ്പോൾ തിരുവചനം വിരൽ ചൂണ്ടുന്നു. ആ അവസാന കാലത്തെ ഒരു പ്രത്യേക പുള്ളി ലോകം ഭരിക്കാൻ വരും. അതെങ്ങനെയാ സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് നാളെ തുടങ്ങാം. ഹല്ലേലൂയ. സയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഒരു സ്ത്രീയുടെയും സഹായം വേണ്ട, ഒരമ്മയും പ്രസവിക്കേണ്ട. കണ്ടോ, സംഗതി തിരിഞ്ഞു. യേശു സ്ത്രീയുടെ സന്തതിയായി വന്നു. ഇവൻ സ്ത്രീയുടെ സന്തതിയായി വരത്തില്ല. വന്നാൽ അവൻ അധർമ്മമൂർത്തിയാകത്തില്ല, മ്ലേച്ഛതയുടെ ചിറകുകൾ സഞ്ചരിക്കുന്നില്ല. അതെ, അത് സയൻസ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് തെളിയിക്കാം. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ചിന്തിക്കും.